ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. നിസ്കരിക്കുന്നതിനിടയിൽ സുജൂദ് സുന്നത്തുള്ള ആയത്ത് ഓതുകയും സുജൂദിലേക്ക് പോവുകയും ചെയ്താൽ ആ സുജൂദിൽ നിന്ന് നൃത്തത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്തില്ല. അവിടെ നേരെ സുജൂദിൽ നിന്നിട്ടും നൃത്തത്തിലേക്ക് വരികയാണ് വേണ്ടത്. അവിടെ ഇരുത്തത്തിൽ നിന്നിട്ട് എഴുന്നേൽക്കുകയല്ല. അപ്പൊ രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒന്നാം റക്അത്തിലെ സുജൂദ് കഴിഞ്ഞ് അല്പം ഇരുന്ന് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. അതുപോലെ 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ മൂന്നാം റക്അത്തിലെ സുജൂദ് കഴിഞ്ഞ് അല്പം ഇരുന്നു കൊണ്ട് 4ആം റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. ഈ 2 സ്ഥലത്തുമാണ് ഇപ്പം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്ന ലഘുവായ ഈ ഇരുത്തം ഇരിക്കൽ സുന്നത്തുള്ളത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചിലവരങ്ങനെ നീണ്ടിരിക്കും. ആ ഇരുത്തം ഇരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ആവശ്യമായ സമയത്തെക്കാൾ കൂടിയാൽ കറാഹത്താവുന്നതും ചുരുങ്ങിയ തോതിലുള്ളൊരു അത്തഹിയ്യാത്തിന്റെ സമയം ആയിപ്പോയാൽ മനഃപൂർവമാണെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവുന്നതും ആണ്. 2 അത്തശഹുദുൽ അവ്വൽ, ആദ്യത്തെ അത്തഹിയ്യാത്ത്. അപ്പം 4 റക്അത്തുള്ള നിസ്കാരം അല്ലെങ്കിൽ 3 റക്അത്തുള്ള നിസ്കാരം ഒക്കെ ആണെങ്കിൽ 2 റക്അത്ത് പൂർത്തിയായാൽ ഒരു അത്തഹിയ്യാത്തിന്റെ ഇരുത്തമുണ്ടല്ലോ. ഇത് ഫാസിലത്തിൻ്റെതാണ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ശറഹുൽ മുഹദ്ദബിലൊക്കെ പറഞ്ഞത്. അത് 2ആം റക്അത്തിന്റെയും 3ആം റക്അത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഫാസിലത്തായ സുന്നത്താണ്. എന്നാൽ എപ്പോഴാണ് തശഹുദുൽ അവ്വൽ ഒന്നാമത്തെ തഹിയ്യാത്ത് ഓതേണ്ടത്? അഖിബ സജദത്തി സാനിയത്തി, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ ഉടനെ, മിനർ റക്അത്തി സാനിയത്തി, രണ്ടാം റക്അത്തിൽ നിന്നുള്ള രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ തഹിയ്യാത്തിന് വേണ്ടിയിരിക്കുന്നു. എവിടെ? മിനർ റുബായിയത്തി, 4 റക്അത്തുള്ള നിസ്കാരത്തിൽ നിന്നും, വസ്സുലാസിയത്തി, 3 റക്അത്തുള്ള നിസ്കാരത്തിൽ നിന്നും. മഗ്രിബ് പോലെ 3 റക്അത്ത്, ളുഹ്ർ, അസർ, ഇശായി എന്നീ 4 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ 2ആം റക്അത്തിലെ 2ആം സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം. എന്നാൽ ആ ഇരുത്തം എത്ര? അഖല്ലുഹു, ഈ ഒന്നാമത്തെ അത്തഹിയ്യാത്തിന്റെ ചുരുങ്ങിയ ഇരുത്തം വഅഖല്ലു തശഹുദിൽ അഖീരി. അവസാനത്തെ അത്തഹിയ്യാത്ത് നമ്മൾ ഫർള് ആയ അത്തഹിയ്യാത്ത് പറഞ്ഞപ്പം പൂർണ്ണമായ രൂപവും ചുരുങ്ങിയ രൂപവും രണ്ടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത്തഹിയ്യാത്തു ലില്ലാഹ്, അസ്സലവാത്തു അത്തഹിയ്യാത്തു ലില്ലാഹ്, സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുഹു. ഇതാണ് ഇപ്പൊ ചുരുങ്ങിയ അത്തഹിയ്യാത്ത്. അത് ഫർള്. ഒടുവിലെ തഹിയ്യാത്താവുമ്പോൾ ഫർള്, ആദ്യത്തെ തഹിയ്യാത്താവുമ്പോൾ അത് സുന്നത്ത്. അപ്പൊ ചുരുങ്ങിയ രൂപം, ഒടുവിലെ തഹിയ്യാത്തിൽ ഫർളായ ചുരുങ്ങിയ രൂപം നാം നേരത്തെ പറഞ്ഞു, അത് തന്നെയാണ് ആദ്യത്തെ തഹിയ്യാത്തിലെ ചുരുങ്ങിയ രൂപം. അക്മലുഹു, ആദ്യത്തെ തഹിയ്യാത്തിന്റെ പരിപൂർണ രൂപം അക്മലുഹു. അവസാനത്തെ തഹിയ്യാത്തിൽ നമ്മൾ പറഞ്ഞ പരിപൂർണ രൂപം അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് പരിപൂർണമായ രൂപം. അപ്പോ ഒടുവിലെ അത്തഹിയ്യാത്തിലെ പരിപൂർണ രൂപം ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ പരിപൂർണ രൂപമാണ്. ഒടുവിലെ അത്തഹിയ്യാത്തിന്റെ ചുരുങ്ങിയ രൂപം ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ ചുരുങ്ങിയ രൂപമാണ്. പക്ഷെ വ്യത്യാസം എന്താ? ഒടുവിലെ അത്തഹിയ്യാത്തിൽ അത് ഫർളാണ്, ആദ്യത്തെ അത്തഹിയ്യാത്തിൽ സുന്നത്താണ്. 3ാമത്തെ സുന്നത്ത് അസ്സലാത്തു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദഹു, ആദ്യത്തെ അത്തഹിയ്യാത്തിന് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കൽ. ഇതാണ് മറ്റൊരു സുന്നത്ത് ഇടയിൽ വരുന്നത്. അപ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, ആദ്യത്തെ അത്തഹിയ്യാത്ത്, ആ തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കും. 4 അൽ ഖുഊദു ലഹുമാ,
ആദ്യത്തെ അത്തഹിയാത്ത് ഓതാനും അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് നിർവഹിക്കാനും വേണ്ടി ഇരിക്കുക. എങ്ങനെ ഇരിക്കുക? മുഫ്തരിഷൻ, നേരത്തെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുക. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞേക്കന്നെ കാലുമേൽ ഇരിക്കുന്ന ഇരുത്തം. ഇടത്തെ കാല് പരത്തി വെച്ചിട്ട് ആ കാലുമേൽ ഇരിക്കുകയും വലത്തെ കാലിന്റെ വിരലുകൾ നിലത്ത് വെച്ച് വലത്തെ കാല് നാട്ടി നിർത്തുകയും ചെയ്യുന്ന ഇരുത്തമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. അതാണ് ആദ്യത്തെ തഹിയാത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന് വേണ്ടിയും ഇരിക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഇടയിൽ വരുന്ന സുന്നത്തുകൾ എന്നത് രണ്ടെണ്ണാപ്പുള്ളൂന്നായി. ഏതാ? ഇസ്തിറാഹത്തിന്റെ ഇരുത്തവും ആദ്യത്തെ തഹിയാത്തിന്റെ ഇരുത്തവും. ചുരുക്കി പറഞ്ഞാൽ, വിശദീകരിച്ച് പറഞ്ഞാൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തവും തന്നെ ഉള്ളൂ. പിന്നെ ആദ്യത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക, ആദ്യത്തെ തഹിയാത്തിന് സ്വലാത്ത് എല്ലാം വേണ്ടി ഇരിക്കുക, അത്തഹിയാത്ത് ഓതുക, ആ സ്വലാത്ത് ചെല്ലുക. ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ എണ്ണം. ചുരുക്കി പറഞ്ഞാൽ രണ്ടെണ്ണം: ഇസ്തിറാഹത്തിന്റെ ഇരുത്തവും ആദ്യത്തെ തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടിയുള്ള ഇരുത്തവും. ഇപ്പൊ നിസ്കാരത്തിൽ സ്ഥിരമായി വരുന്ന സുന്നത്തുകളൊക്കെ പറഞ്ഞു. ഇനി അസ്സുനനുൽ ആരിളത്തു ഫി സ്വലാത്തി, നിസ്കാരത്തിൽ ഇടക്ക് നേരിടുന്ന ചില സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉള്ള സുന്നത്തല്ലത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വന്നു ചേരാൻ സാധ്യതയുള്ള സുന്നത്തുകളാണ്. ഏതൊക്കെ? യുസന്നു ഫി സ്വലാത്തി, നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെടും ഹംദുൽ ആതുസി, തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിക്കൽ. നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഈ നിസ്കരിക്കുന്ന വ്യക്തി തുമ്മിപ്പോയി. പക്ഷെ കൂട്ടത്ത് പറയട്ടെ, ചില ആളുകള് തുമ്മിയാല് വല്ല ആറ്റം ബോംബ് പൊട്ടുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ തുമ്മൽ കറാഹത്താണ്. ശബ്ദം താഴ്ത്തി വായും മൂക്കും അടച്ചു പിടിച്ചുകൊണ്ട് തുമ്മൽ സുന്നത്താണ്. വായും മൂക്കും തുറന്നു വെച്ച് വലിയ ബോംബ് പൊട്ടും പോലെ പൊട്ടിക്കല് കറാഹത്താണ്. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, ഈ ശബ്ദം മറ്റുള്ളവരെ സംബന്ധിച്ച് ശല്യമുണ്ടാക്കുന്നതാണ്. അതോടുകൂടി തുമ്മുന്ന സമയത്ത് മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന ഈ തള്ളി വരുന്ന ഈ വായുവിൽ ഇവനിലുള്ള ഒരുപാട് രോഗാണുക്കളും മറ്റുമൊക്കെ ഉണ്ടാവും. അത് അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമായി തുറന്നു വിട്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അപ്പോ കൂട്ടുമായിടുമ്പം കൈ വായിൽ വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതില്ലാതെ ഹാന്ന് ആവിയുടെ കറാത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിരോധിച്ച അതേ രീതിയിൽ തന്നെ വലിയ ശബ്ദത്തിൽ തുമ്മലും അതുപോലെ വായും മൂക്കും അടച്ചു പിടിക്കാതെ തുറന്നു തുമ്മലും രണ്ടും കറാഹത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നമ്മളെ ഇവിടുത്തെ വിഷയമല്ല, അത് പൊതുവായ വിഷയം. ഏതായാലും തുമ്മിയല്ല വ്യക്തി അൽഹംദുലില്ലാ എന്ന് പറയൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് നിസ്കാരത്തിലും ആവാം. ഇതിപ്പോ നിസ്കാരത്തിലെ സുന്നത്ത് എന്നുള്ള നിലക്കല്ല, എപ്പോൾ തുമ്മിയാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്ന സമയത്താണെങ്കിൽ പറയണം. അത് പറയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. ഉദാഹരണം മലമൂത്ര വിസർജനം നടത്തുകയാണ് പോലെയുള്ള സമയത്ത് പറയാൻ പറ്റില്ല. അല്ലാത്ത സമയത്തൊക്കെ ദിക്റാണല്ലോ അൽഹംദുലില്ലാ എന്ന് പറയൽ സുന്നത്താണ്. അത് നിസ്കാരത്തിലാണെങ്കിലും സുന്നത്ത് തന്നെ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതാണ് ആര്യലുകാരന്. നിസ്കാരത്തിന്റെ ഭാഗമല്ല, നിസ്കാരത്തിൽ വരാൻ സാധ്യതയുള്ള സുന്നത്താണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുമ്പ് നമ്മൾ പറഞ്ഞത്, ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തുമ്മിയത് എങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഫാത്തിഹ ഓതുന്നതിനിടയിൽ തുമ്മൽ വന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് തെറ്റില്ല. അഥവാ പറഞ്ഞാൽ ഫാത്തിഹ രണ്ടാമത് ആദ്യം മുതൽ മടക്കി ഓതണം. ഇതുവരെ ഓതിയത് ബാക്കിയുള്ള ഓതിയാ പറ്റൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഫാത്തിഹ ഓതുന്നതിനിടയിലാണ് തുമ്മൽ വന്നതെങ്കിൽ അവിടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്തുതിച്ചാൽ അതുകൊണ്ട് ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും എന്ന കാര്യം ശ്രദ്ധിക്കുക. മറ്റു സ്ഥലങ്ങളിലൊന്നും ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവിടെ അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നാൽ ദൂന തശ്മീതിഹി, തുമ്മിയവനെ തശ്മീത്ത് ചെയ്യൽ സുന്നത്തില്ല. അതെങ്ങനെ? ഒരാൾ തുമ്മുന്നത് കേട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ
തുമ്മി അൽഹംദുലില്ലാ എന്ന് പറയുന്നത് മറ്റൊരാൾ കേട്ടാൽ ഈ കേട്ട വ്യക്തി ഇർഹമുക്കല്ലാ എന്ന് പറയൽ സുന്നത്തുണ്ട്. ഈ പറയുന്ന ഇർഹമുക്കല്ലായാണ് തശ്മീത്ത് എന്നത്. അവന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാന്നർത്ഥം. അത് പക്ഷേ നിസ്കാരത്തിൽ പറ്റില്ല. കാരണം എന്താ? പടപ്പുമായി സംബോധന ചെയ്യുന്ന രീതി വരുന്നു. അതിൽ ഇർഹമുക്കല്ലാ എന്നാണല്ലോ പറയുന്നത്. നിനക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണത്. അത് ഒരു പടപ്പിനോട്, അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനോട് സംബോധനം ചെയ്യാൻ ഇസ്ലാമിൽ നിസ്കാരത്തിനകത്ത് അനുവദിക്കപ്പെട്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമാണ്. അതിന് കുഴപ്പമില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നേരിട്ട് സംബോധന തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമല്ല, വിളിച്ചുകൊണ്ടുള്ള സംബോധന തന്നെയാണ്. അതിന് വിരോധമില്ല. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സംബോധന നടത്തുന്നത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ഏത് വ്യക്തിയോടും നേരിട്ടുള്ള അഭിസംബോധനയുടെ രീതി വരുന്ന ശൈലി പ്രയോഗിച്ചാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അപ്പോ ഇർഹമുക്കല്ലാ എന്ന് പറയാൻ പാടില്ല, നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. തമ്മിൽ വ്യത്യാസമുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് തുമ്മിയ നേരിട്ട് വ്യക്തിയായി നിസ്കരിക്കുന്ന വ്യക്തി തുമ്മുകയാണെങ്കിൽ അവനാ പറയുന്നത്. അതേ സമയത്ത് തശ്മീത്ത് ഇർഹമുക്കല്ലാ എന്ന റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മറ്റൊരാൾ തുമ്മുകയും അയാൾ അൽഹംദുലില്ലാ എന്ന് പറയുകയും കേട്ടാൽ ഈ കേട്ട വ്യക്തി ഈ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ തശ്മീത്ത് ചെല്ലുന്നത്, ഇർഹമുക്കല്ലാ ചെല്ലുന്നത്. അത് പാടില്ല. അത് മറ്റൊരു വ്യക്തിയോട് നിസ്കാരത്തിൽ അഭിസംബോധനം നടത്തുന്നു എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അപ്പോ തുമ്മി അവനെ ഹന്ത് ചെയ്യുക. അത് തന്നെ ഫാത്തിഹയിൽ ആണെങ്കിൽ മുവാലാത്ത് മുറിയും. അവ ഫാത്തിഹയിൽ അല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് വറദ്ദു സലാമി, സലാം മടക്കുക. അത് സുന്നത്താ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മറ്റൊരാൾ കയറി വന്നപ്പം അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറയൽ അവിടെ സുന്നത്തില്ല. പക്ഷേ ഇയാൾ പറഞ്ഞുപോയി. പറഞ്ഞാൽ മടക്കൽ നിർബന്ധമില്ല. കാരണം പറയൽ സുന്നത്തില്ലാത്ത സലാം മടക്കൽ വുജൂബില്ല. ഇവിടെ പറയൽ സുന്നത്തില്ലാത്ത സന്ദർഭമാണ്. എങ്കിലും അവൻ പറഞ്ഞു. പറഞ്ഞ സ്ഥിതിക്ക് വുജൂബില്ലെങ്കിലും മടക്കൽ സുന്നത്തുണ്ട്. പക്ഷെ എങ്ങനെ വഅലൈക്കും അസ്സലാം എന്ന് മടക്കിയ നിസ്കാരം ബാത്തിലാവും. പിന്നെ എങ്ങനെ മടക്കേണ്ടത്? ബിൽ ഇഷാറത്തി ബിൽ യദി, കൈകൊണ്ട് സൂചന നൽകിക്കൊണ്ട് സലാം മടക്കുന്നതായിട്ട് കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യുക. അതല്ലെങ്കിൽ ഔ ബിർറസി, തലകൊണ്ട് ഇഷാറത്ത് ചെയ്യുക. അതേ എന്നുള്ള അർത്ഥത്തിന് തലകൊണ്ട് ഇഷാറത്ത് ചെയ്യുകയോ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യുകയോ ചെയ്യുക. രണ്ടും കൂടിയല്ല, രണ്ടാലും ഒന്ന് ചെയ്യുക. അതാണ് ഔട്ട് പറഞ്ഞത്. കാരണം അധികരിച്ച പ്രവൃത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. തല അനക്കലും അതുപോലെ തന്നെ കൈ അനക്കലും കൂടി ഒപ്പം വന്നാൽ ചിലപ്പോൾ 3 പ്രവൃത്തിയോ 4 പ്രവൃത്തിയോ ഒപ്പം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമസ്കാരം ബാത്തിലാവുമല്ലോ. അതുകൊണ്ട് ഒരു പക്ഷേ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യുക, അതല്ലെങ്കിൽ തലകൊണ്ട് ഇഷാറത്ത് ചെയ്യുക. ഇത് സുന്നത്താ നിസ്കാരത്തിൽ. പിന്നെ സുമ്മ ബഅദസ്സലാമി, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന് പുറകെ ബില്ലഫ്ളി, വാചികമായും സലാം മടക്കുക. അപ്പൊ 2 മടക്കൽ സുന്നത്താണ് അർത്ഥം. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് മറ്റൊരാൾ കയറി വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കൈകൊണ്ടോ തലകൊണ്ടോ സൂചന ചെയ്തുകൊണ്ട് മടക്കുക. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വഅലൈക്കും അസ്സലാം എന്നും പറയുക. രണ്ടും സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. മനസ്സിലായില്ലേ? സാധാരണ സലാം പറഞ്ഞാൽ മടക്കൽ വുജൂബാണ്. നിസ്കരിക്കുന്നവനോട് സലാം പറയൽ സുന്നത്തില്ല. അതുകൊണ്ട് തന്നെ അവന് മടക്കൽ വുജൂബില്ല. എങ്കിലും നിസ്കാരത്തിൽ ഇഷാറത്ത് കൊണ്ടും നിസ്കാരാനന്തരം വാചികമായും മടക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ വരുന്ന സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ്. ഇനി മൂന്നാമത്തെ മറ്റൊരു സുന്നത്ത്, വഫാത്തുഹുൻ അലാ ഇമാമിഹി, ഒരു മഅ്മൂമ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഅ്മൂമ് തന്റെ ഇമാമിനെ ഉണർത്തൽ. ഉണർത്താൽ ഇദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടക്ക് സംശയം വന്നു. ഇയാളിങ്ങനെ മടക്കി ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണർത്തി കൊടുക്കാൻ പാടില്ല. നമ്മളെ ഇവിടേക്ക് ഒരുപാട് ധാരാളം ഹാഫിളുകൾ ഉള്ളത് കൊണ്ടും ഫിഖ് അറിയുന്നവർ കുറവായതുകൊണ്ടും ആയിരിക്കാം ഇമാമിന് സംശയം വന്ന് ചെറിയൊരു ഇടയാട്ടം വന്നാൽ അപ്പൊ തുടങ്ങി ഒന്നായിട്ട് കൂട്ടത്തോടു കൂടെയുള്ള ഒത്ത്. അത് പാടില്ല, അത് തെറ്റാണ്. മറിച്ച് എന്ത് വേണം? ഇമാമ്
സംശയാലുമായി ഇങ്ങനെ ഇടയാട്ടമായും ആവർത്തിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും ഉണർത്തി കൊടുക്കാൻ പാടില്ല. അവസാനം അയാൾ തവക്കുഫായി. ഈ ഇമാമ് തവക്കുഫാകുക എന്ന് പറഞ്ഞാൽ അയാൾ ഓത്തു നിർത്തി. കാരണം എന്തായി, കുറെ പ്രാവശ്യം മടക്കി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നിശ്ചലനായി കഴിഞ്ഞാൽ മൗമൂമ് ഉണർത്തി കൊടുക്കുക. അത് സുന്നത്താ. ഉണർത്തി കൊടുക്കാൻ ആ ഭാഗം ഓതുക. അങ്ങനെ അപ്പൊ ഖുർആൻ ഓതുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഓതുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക എന്നും ഇമാമിനെ ഉണർത്തുക എന്നും രണ്ടു ഉദ്ദേശം കൂടി വെച്ചിട്ട് ഓതുക. അങ്ങനെ ഓതുക, അത് സുന്നത്താ. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇമാമ് തറദ്ദുദാകുക എന്ന് പറഞ്ഞാൽ ഇടയാട്ടമായിക്കൊണ്ട് സംശയിച്ചിങ്ങനെ മടക്കി ഓതുന്ന സമയത്ത് മൗമൂമ് ഇമാമിന്റെ മേൽ ഉണർത്തി കൊടുക്കാൻ പാടില്ല. മറിച്ച് ഇമാമ് ഇടയാട്ടം നിർത്തി നിശ്ചലനായി അപ്പോഴേ ഉണർത്തി കൊടുക്കാൻ പാടുള്ളൂ. അതേ സുന്നത്തുള്ളൂ. ഇനി പുരുഷന്മാർ സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ചൊല്ലൽ സുന്നത്താക്കപ്പെടും. സ്ത്രീ കൈമുട്ടലും. അപ്പൊ ജമാഅത്തിന് പെണ്ണിന് പോകാന്നായില്ല. എങ്ങനെയൊക്കെ വഹാബികളെ തെളിവ്? അപ്പൊ നമ്മളെ ഇപ്പത്തെ വിഷയമല്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇത്രയ്ക്ക് തെളിവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ജാതി തെളിവൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആദ്യം പുരുഷന്മാരും പിന്നെ കുട്ടികളും പിന്നെ സ്ത്രീകളും സൊഫ് കെട്ടണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ സ്ത്രീകളില്ലാതെ എങ്ങനെയാ സൊഫ് കെട്ടുക? അതുകൊണ്ട് പള്ളികൾക്ക് പെണ്ണുങ്ങളൊക്കെ പോകാം എന്ന് അപ്പം കൈമുട്ടണമെങ്കിൽ പെണ്ണ് അവിടെ പോണ്ടേ? അപ്പൊ പെണ്ണ് അങ്ങനെയല്ല. പാപ്പിയും മോളും കൂടി നിസ്കരിക്കാണ്, ജമാഅത്തിനെയാണല്ലോ. ഈ ഇമാമിന് തംബീഹ് ചെയ്യൽ പെണ്ണ് ചെയ്യേണ്ടത് തസ്ഫീഖാണ്, കൈമുട്ടുക. കൈമുട്ടുക എന്ന് പറഞ്ഞാൽ പാട്ടുകാടി ശബ്ദത്തിന് തകരാറുണ്ട്. ശ്രദ്ധിക്കണം. അങ്ങനെ പെട്ടെന്ന് അറിയില്ല, പറ്റപ്പോകുന്ന സമയത്ത് അറിയുന്നല്ല അറിയാട്ടെ. ഇമാമിന് പെണ്ണ് കൈമുട്ടേണ്ടത് സാധാരണ പാട്ട് കൈമുട്ടും പോലെയല്ല, മറിച്ച് വലത് കൈയിന്റെ പള്ള കൊണ്ട് ഇടത് കൈയിന്റെ പുറത്തടിക്കുക വേണ്ടത്. ബിളർബിൽ യുംന അലാ ലഹരി യുസ്റാഹൂന. വലത്തെ കൈയിന്റെ പള്ള കൊണ്ട് ഇടത്തെ കൈയിന്റെ പുറത്ത് മുട്ടുക. അപ്പൊ കൈമുട്ടുന്ന ചൊർക്കൊന്നും ഉണ്ടാവില്ല, അതിന്റെ ആവശ്യമില്ല ഒരു തമ്പീഹിന് വേണ്ടി. അതേ സമയത്ത് വലത്തെ കൈയിന്റെ പള്ള കൊണ്ട് ഇടത്തെ കൈയിന്റെ പള്ളയിൽ കൈമുട്ടുന്ന രീതിയിൽ മുട്ടിയാൽ അത് കാത്തുവാണ്. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയിട്ട് തസ്ബീഹ്? പുരുഷന്മാരായ മൗമൂമുകൾ തസ്ബീഹ് ചെല്ലുക, സ്ത്രീകളാണ് എങ്കിൽ മൗമൂമ് കൈമുട്ടുക, വലത്തെ കൈയിന്റെ പള്ള കൊണ്ട് ഇടത്തെ കൈയിന്റെ പുറത്ത് മുട്ടുക. എന്തിനു വേണ്ടി? ലിതംബീഹിൽ ഇമാമി, ഇമാമിനെ ഉണർത്താൻ വേണ്ടി. അലാ നഹ്വി സഹ്വിഹി, അദ്ദേഹത്തിന്റെ മറവി പോലത്തതിന്റെ മേൽ. മറവി തന്നെ ഇക്കൊള്ളുന്നില്ല, മറ്റെന്തെങ്കിലും ഉണർത്തേണ്ട കാരണങ്ങളും ഉണ്ടാവാം. കാരണം എന്താ? മറ്റെന്തെങ്കിലും ആവാം എന്ന് പറഞ്ഞ ഉദാഹരണം, ഈ സംഭവം തന്നെ വരുന്നത് വഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇമാമായി നിസ്കരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കുന്ന സമയത്ത് അതിനിടയിൽ അല്പം ആശ്വാസം തോന്നിയപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും പള്ളിയിലെത്തി. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇമാമായി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചാൽ എന്ത് തന്നെ പ്രശ്നം പുറത്ത് നടന്നാലും അറിയില്ല. കാരണം നിസ്കാരത്തിൽ അങ്ങ് ലയിച്ചു പോവുക. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ബേക്കിൽ നിന്ന കാര്യം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. അപ്പൊ സ്വഹാബത്ത് എന്ത് ഓട്ടാൻ തുടങ്ങി? കൈമുട്ടാൻ തുടങ്ങി. അങ്ങനെ കൈമുട്ടിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് ശ്രദ്ധിച്ചു. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും താൻ പിന്നോട്ട് മാറി നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ കയറി നിന്ന് നിസ്കരിക്കുകയും ചെയ്തു. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്താണ് നിങ്ങൾ നിസ്കാരത്തിൽ ഇങ്ങനെ കൈമുട്ടുന്നത്? ആരാ നിങ്ങളത് പഠിപ്പിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല കൈമുട്ടണമെന്ന്. എന്നിട്ട് പറഞ്ഞു, നിസ്കാരത്തിൽ വല്ല കാര്യങ്ങളും നേരിട്ടാൽ പുരുഷന്മാർ തസ്ബീഹ് ചെല്ലണം. ഇന്നമ തസ്ബീഹു ലിന്നിസ, കൈമുട്ടേണ്ടത് സ്ത്രീകളാണ്, പുരുഷന്മാരല്ല എന്ന് പറഞ്ഞു. അപ്പൊ പുരുഷന്മാർ തസ്ബീഹാണ് ചെയ്യേണ്ടതെന്നും സ്ത്രീകൾ ആണ് കൈമുട്ടേണ്ടതെന്നും പഠിപ്പിച്ചത് സഹുവിനല്ല. പ്രത്യേകം അയാൾക്ക് സമ്മതം കൊടുക്കാൻ വയ്യല്ലോ. അവിടെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക പുരുഷനാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ കൈമുട്ടുക, നേരത്തെ പറഞ്ഞതുപോലെ. കണ്ണ് കാണാത്ത ആളെ താക്കീത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ അതിൽ നടന്നു വരുന്ന ഇദ്ദേഹം അപരിചിതനാണ്. അവിടെ കണ്ണ് കാണാത്ത വ്യക്തിയുടെ മുന്നിൽ വലിയൊരു കുഴിയോ അപകട സാധ്യതയുള്ള എന്തോ ഒന്നുണ്ട്, എന്തുപോലെ ഒന്ന് തടഞ്ഞ അപകടം വരാൻ സാധ്യതയുണ്ടെങ്കിൽ കുഴിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് പോലത്തെ. ഇയാൾക്ക് ഇതറിയില്ല. എന്നാൽ ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന എന്നുറക്കെ തസ്ബീഹ് ചെല്ലണം. അപ്പൊ അയാൾ ശ്രദ്ധിച്ചോളൂ. സ്ത്രീകളാണ് അപകടം വരാൻ സാധ്യതയുള്ള കാര്യം മുന്നിൽ കാണുമ്പോൾ കണ്ണ് കാണാത്തവനോ ശ്രദ്ധയില്ലാത്ത ആളുകളെ പോലെയുള്ള, ഇപ്പൊ കണ്ണ് കാണാത്തവരെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ചൂട്ടിൽ വെച്ചോളെ. ഞങ്ങള് തീവണ്ടി വരുമ്പോ, ട്രെയിൻ വരുമ്പോ എന്തൊരു ശബ്ദ കോലാഹലിക്കാരം. എന്നിട്ട് മൊബൈലിൽ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ട്രെയിൻ മുട്ടിയിട്ട് മരണപ്പെട്ടു എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാകുക. ഓൻ ട്രെയിൻ മുട്ടിയിട്ടല്ല ആകാശം പൊളിഞ്ഞു വീണാലും അറിയില്ല ചില സമയത്ത്. അങ്ങനത്തോനോട് പിന്നെ തസ്ബീഹ് ചൊല്ലിയിട്ട് കാര്യമില്ല. അതൊക്കെ പെട്ട് സംഗതി. അല്ലാതെ കണ്ണോട്ടം കിണറ്റിൽ വീഴാൻ പോണോടത്ത് മാത്രമല്ല, അപകട സാധ്യത മുന്നിൽ കാണുന്നു. ഈ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തതാണ് അമയെ പോലത്തവൻ എന്ന് പറഞ്ഞത്. അശ്രദ്ധനും അമനന്റെ സാധനം തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അശ്രദ്ധനായ വ്യക്തി ഒരു അപകടം മുന്നോട്ട് വരുന്നു, അയാൾ നിസ്കരിക്കുന്ന ആളാണ് ഇത് കാണുന്നത്, മറ്റേയാളെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ നിസ്കരിക്കുന്ന ആൾ ഉടനെ പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാ. അപ്പോ മറ്റേയാൾ ശ്രദ്ധിച്ചോളൂ. അത് സുന്നത്ത. വഖൽബു മുൻഫരിദിൻ, ഇനി വേറെ മറ്റൊരു സുന്നത്ത്. ഒറ്റക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മറിക്കുക. എന്തിനെ? ഫർളഹു, താൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഫർള് നിസ്കാരത്തെ മറിക്കുക. നഫലൻ, സുന്നത്താക്കി മറിക്കുക. ഉദാഹരണം, ഒരാള് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒറ്റക്ക്, ആരും ഇല്ലേനി അവിടെ, ഒറ്റക്ക് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടി. 2 റക്അത്തായിന്. 2-ാം റക്അത്തിലെത്തി, 2-ാം റക്അത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2-ാം റക്അത്ത് പൗതി ആയിന്. ആ സമയത്ത്, ഒരു ഉദാഹരണം 2-ാം റക്അത്താണ്. ആ സമയത്താണ് ഒരു 4 ആളുകൾ വന്നിട്ട് അവിടെ ഒരു ജമാഅത്ത് തുടങ്ങുന്നുണ്ട്. 4 ആൾ എന്ന് പറഞ്ഞൊരു ഉദാഹരണം, 2 ആളായാലും വേണ്ടില്ല, ഒരു ജമാഅത്ത് തുടങ്ങുന്നു. എന്നാൽ ഈ തുടങ്ങിയ നിസ്കാരം 2 റക്അത്ത് സുന്നത്താക്കി മറിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ആ 2-ാമത്തെ റക്അത്തോട് വേഗം നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് ഈ ജമാഅത്തിൽ പോയി കൂടുക. അപ്പൊ എന്താ, ആദ്യം തന്നെ അങ്ങനെ ചെയ്യല്ല വേണ്ടത്. ഫർദ് നിസ്കാരത്തെ നിയ്യത്ത് കൊണ്ട് ഞാൻ സുന്നത്താക്കി മറിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് വേഗം അത്തഹിയ്യാത്തോതി സലാം വീട്ടുക. എപ്പോഴാണത്? ഇതാ വജദ ജമാഅത്തൻ, ജമാഅത്തിനെത്തിച്ചാല്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ തുടങ്ങിയാൽ വേറെ ആരും ഇല്ലേനും അവിടെ. ഒറ്റക്ക് നിസ്കരിക്കാൻ തുടങ്ങിയതിന്റെ ഇടയിൽ അപ്പുറത്തൊരു ജമാഅത്ത് തുടങ്ങി, പുതിയ ആളുകൾ വന്നിട്ട് ജമാഅത്ത് തുടങ്ങുന്നു. ഈ തുടങ്ങുന്ന ജമാഅത്ത് കണ്ടാൽ ഇപ്പോൾ തുടങ്ങിയ ഫർദ് നിസ്കാരത്തെ ഞാൻ സുന്നത്ത് നിസ്കാരാക്കി മറിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുകയും വേഗം സുന്നത്ത് ആക്കി 2 റക്അത്ത് നിസ്കരിച്ച്, അല്ലെങ്കിൽ 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. എന്നിട്ട് അതിൽ പോയി ചേരുക. അതാണ് സുന്നത്ത്. ഇനി വഖത്ഉഹു, ഒറ്റക്ക് തുടങ്ങിയ ഫർദ് നിസ്കാരത്തെ മുറിക്കലും സുന്നത്തുണ്ട്. എപ്പോഴ്? ഇൻ ഖശിയ, ഇവൻ ഭയപ്പെട്ടാൽ, ഫൗത്തൽ ജമാഅത്തി, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ, ഇവൻ പള്ളിയിൽ കയറി എന്നപ്പോ ഓൻ കണ്ടിട്ടില്ല, ആളെയും കണ്ടില്ല. അപ്പൊ ആരും ഇല്ല എന്നുള്ള ധാരണയിൽ ഇവൻ ഒറ്റക്ക് നിസ്കരിക്കാൻ തുടങ്ങി.
നോക്കുമ്പോ അപ്പുറത്തുനിന്ന് തക്ബീർ കേൾക്കുന്നു. ഇവൻ തുടങ്ങിയ നിസ്കാരത്തിൽ തുടങ്ങിയത് തക്ബീർ കേൾക്കുന്നു. അപ്പൊ നോക്കുമ്പോ അപ്പുറത്തൊരു ജമാഅത്ത് നടക്കുന്നുണ്ട്. ഇവന്റെ ശ്രദ്ധയപ്പെടാതെ ആ ജമാഅത്താണെങ്കിൽ കയ്യാനായിന്. ഇപ്പൊ ഒരു റക്കയത്തെങ്കിലും പൂർത്തിയാക്കി ചെല്ലുമ്പോത്തിന് ആ ജമാഅത്ത് പോയി പോവും എന്ന് കണ്ടാൽ, സുന്നത്താക്കി മറിച്ച് ഒരു റക്കയത്തെങ്കിലും പൂർത്തിയാക്കാൻ പോലും നിന്നാൽ ജമാഅത്ത് പോയി പോകും എന്ന് കണ്ടാൽ നിസ്കാരത്തെ മുറിച്ചുകൊണ്ട് തന്നെ പോയി ആ ജമാഅത്തിൽ പങ്കെടുക്കാം. അതാണ് ഈ ഖശിയ ഫൗത്തൽ ജമാഅത്തിയാണ്. ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഒരക്കയത്തോ രണ്ടരക്കയത്തോ കഴിയും, എന്നാലും ബാക്കി കിട്ടുന്ന കണ്ടാ മുറിക്കണ്ട, സുന്നത്താക്കി മറിച്ചാ മതി. അതേ സമയത്ത് ഇത് മറ്റേ ജമാഅത്ത് കയ്യാനായിന്, ഇപ്പൊ വേഗം മുറിച്ചിട്ട് ചെന്നാൽ ആ ജമാഅത്തിൽ കൂടിയ ജമാഅത്ത് കിട്ടുമെന്ന് കണ്ടാൽ മുറിക്കലും സുന്നത്ത. അതാ ഈ സുന്നത്ത്, അതായത് സുന്നത്ത് നിസ്കാരമാക്കി മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫർദ് നിസ്കാരത്തെ നേരത്തെ തന്നെ മുറിച്ചുകൊണ്ട് ജമാഅത്തിൽ പോകണം എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഇതത്തസൽ വഖ്തു, സമയം വിശാലമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടരക്കയത്തായിന്, ഈ രണ്ടാം റക്കയത്തില് വേറൊരു ജമാഅത്ത് തുടങ്ങുന്നതുണ്ട്. എന്നാൽ ഈ ജമാഅത്ത് ഈ നിസ്കരിച്ച രണ്ടരക്കയത്തിനെ സുന്നത്താക്കിയിരുന്നു എന്ന് കരുതി വേഗം അത്തഹിയ്യാത്ത് സലാം വീട്ടി ആ ജമാഅത്തിൽ പോയി കൂടുതൽ സുന്നത്താണെന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിന് എന്ത് വേണം? ഇത് സുന്നത്താക്കി മറിച്ച് ഇപ്പൊ പുതിയ തുടങ്ങുന്ന ജമാഅത്തിൽ പോയി കൂടിയാൽ നിസ്കാരം സലാം വീട്ടുന്നത് വരെ വഖത്തിൽ തന്നെ സമയം കിട്ടും എന്ന് കാണുന്ന സാഹചര്യത്തിലേ ഉള്ളൂ. അല്ല ഇതിങ്ങനെയാണ് പൂർത്തിയാക്കുകയാണെങ്കിൽ മുഴുവനായി വഖത്തിൽ കിട്ടും. ഇത് മുറിച്ച് അല്ലെങ്കിൽ സുന്നത്താക്കി മറിച്ച് പൂർത്തിയാക്കിയിട്ട് ആ ജമാഅത്തിൽ പോയി തുടർന്നാൽ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് വഖത്ത് ഖളാ ആകും എന്ന് കണ്ടാൽ അവിടെ സുന്നത്തായി മറിക്കലും പറ്റൂല, മുറിക്കലും പറ്റൂല, രണ്ടും പാടില്ല. ആണ് വയില്ല സമയം വിശാലമല്ലെങ്കിൽ, അഥവാ ഇത് മറിച്ചുകൊണ്ടോ മുറിച്ചുകൊണ്ടോ പോയി രണ്ടാമത്തെ ആ ജമാഅത്തിൽ കൂടിയാൽ നിസ്കാരം ഖളാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഹറുമൽ ഖൽബു, സുന്നത്താക്കി മറിക്കലും ഹറാമാണ്, വൽ ഖത്ഉ, ഫർദ് നിസ്കാരത്തെ മുറിക്കലും ഹറാമാണ്. അപ്പൊ കഴിയുന്നത്ര വേഗം അതാ ആ നിലക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അത് പൂർത്തിയാക്കുക, അവിടെ ജമാഅത്ത് പോയാലും വേണ്ടിയില്ല. ഇനി യുസന്നു ഫിഹാ, നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെടും. ഇൻദ ഖിറാഅത്തി ആയത്തി സജ്ദത്തിൻ, സജ്ദയുടെ ആയത്തുകൾ ഓതുന്ന സന്ദർഭത്തിൽ. ആയത്തു സജ്ദ 14 ആയത്തുകളാണല്ലോ ഖുർആനിൽ. അങ്ങനെ സജ്ദ സുന്നത്തുള്ള സുജൂദ് സുന്നത്തുള്ള ആയത്തുകൾ 14 ആയത്തുകളാണ്. ഇങ്ങനെയുള്ള ആയത്ത് നിസ്കാരത്തിൽ ഓതാൻ ഇടവന്നാൽ സജ്ദത്തുൻ, തിലാവത്തിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നിസ്കാരത്തിലാവുമ്പോ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ നിസ്കാരത്തിലാണ് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ആ ആയത്ത് പൂർത്തിയായാൽ സുജൂദ് ചെയ്യണം. അവിടെ പ്രത്യേകം നിയ്യത്ത് ചെയ്യൽ വുജൂബില്ല. എന്നാൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ സുന്നത്ത് തന്നെയാണ്. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചെല്ലൽ സുന്നത്ത്. സുജൂദ് ചെയ്ത് സാധാരണ സുജൂദിൽ എന്നതുപോലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന തസ്ബീഹ് തന്നെ ചെല്ലിയാൽ മതിയാവുന്നതാണ്. ഇനി അറിയുന്നവർ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ ചൊല്ല. അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൂടി നൃത്തത്തിലേക്ക് തന്നെ വരിക. അതില് തിലാവത്തിന് സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യലും സുന്നത്തുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചെല്ലലും സുന്നത്താണ്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നോ മറ്റോ ഉള്ള തസ്ബീഹ് ചെല്ലലും സുന്നത്താണ്. സുജൂദിൽ നിന്നിട്ട് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചെല്ലലും സുന്നത്താണ്. സുജൂദ് ചെയ്യൽ മാത്രം മതി. നിസ്കാരത്തിന് പുറത്താണെങ്കിൽ അത് പോരാ, നിയ്യത്ത് വേണം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. എന്നിട്ട് പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചെല്ലൽ സുന്നത്തുണ്ട്, സുജൂദിൽ തസ്ബീഹ് ചെല്ലൽ സുന്നത്തുണ്ട്, സുജൂദിൽ നിന്നിട്ട് ഉയരുമ്പോൾ തക്ബീർ ചെല്ലൽ സുന്നത്തുണ്ട്, സലാം വീട്ടൽ വുജൂബും. അപ്പം നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സുജൂദ്, പിന്നെ സലാം വീട്ടൽ എന്നിങ്ങനെ വുജൂബ് വരും. നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നിസ്കാരത്തിലെ കഥയാണ് പറയുന്നത്. നിസ്കാരത്തിലാവുമ്പോ പിന്നെ എന്തുള്ളൂ, തിലാവത്തിന് സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ സുന്നത്ത്. ആ നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചെല്ലൽ സുന്നത്ത്. സുജൂദ് ചെയ്തതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീറിൽ നേരെ നൃത്തത്തിലേക്ക് വരിക, ഇസ്തിറാഹത്തിൽ ഇരുത്തമിരിക്കേണ്ടതില്ല. ഇനി ആയത്തി റഹ്മത്തിൻ, റഹ്മത്തിനെ പറയുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ
സുആലുഹ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കൽ സുന്നത്താക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ ഖുർആൻ ഓതുമ്പോഴും അങ്ങനെയുള്ള ആയത്തുകളുടെ ഇടെ വഖഫ് ചെയ്തിട്ട് ആ റഹ്മത്ത് ചോദിച്ചിട്ട് അടുത്ത ആയത്ത് ഓതാറുണ്ടായിരുന്നുള്ളൂ. അത് നിസ്കാരത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, നിസ്കാരത്തിലല്ലെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ആയത്തി അദാബിനെ, അല്ലാഹുവിന്റെ അദാബിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾ ഓതുന്ന സമയത്ത് സുന്നത്താക്കപ്പെടും അൽ ഇസ്തിആദത്തു മിൻഹു, അല്ലാഹുവിന്റെ അദാബിനെ തൊട്ട് കാവല് തേടൽ. അല്ലാഹുവിന്റെ അദാബിനെ പറയുന്ന ആയത്ത് ഓതുമ്പോൾ അല്ലാഹുവിനോട് അദാബിനെ തൊട്ട് കാവല് തേടൽ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറയുന്ന ആയത്ത് ഓതുമ്പോൾ റഹ്മത്തിനെ ചോദിക്കൽ. ഇതൊക്കെ നിസ്കാരത്തിൽ സുന്നത്താണ്. അതപ്പം നമ്മൾ പറയുന്നത്. നിസ്കാരത്തിന് പുറത്ത് ഖുർആൻ ഓതുകയാണെങ്കിലും സുന്നത്ത് തന്നെ. എന്നതുപോലെ ആയത്ത് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന് പറയുന്ന ആയത്ത് ഓതിപ്പോ സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം ഒന്നിലധികം സ്ഥലത്തുണ്ട്. നമ്മുടെ സൂറത്തുൽ വാഖിയയിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആയത്ത് ഓതുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയൽ സുന്നത്തുണ്ട്. സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന ആയത്ത് ഓതുമ്പോൾ ആ ആയത്തിന്റെ ലാസ്റ്റ് ആയത്ത് കഴിഞ്ഞാൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയാം. ആയത്ത് അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, വത്തീനിന്റെ അവസാനം ഉണ്ടല്ലോ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്നൊരു ചോദ്യമാണ് ആയത്തിലുള്ളത്. അതുകൊണ്ട് അവിടെ പറയണം ഖൗലു ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ബലാ, അതെ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവാണ്. വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ, ഞാൻ അതിന് സാക്ഷിയാവുന്നവരിൽപ്പെട്ടവനുമാണ് എന്ന് പറയാം. ഇങ്ങനെ ഖുർആൻ ആയത്തിൽ സാന്ദർഭികമായ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് അനുയോജ്യമായ ഉത്തരങ്ങൾ പറയുക പലയിടത്തും ഉണ്ട്. അപ്പൊ ഒരു സാമ്പിൾ പറഞ്ഞതാണ്. സൂറത്തുൽ വാഖിയയിലൊക്കെ പലയിടത്തും കാണാം. അഅൻതും അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. 4 ചോദ്യങ്ങൾ അതിൽ കാണാം. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ 4 ചോദ്യചിഹ്നത്തിന് മറുപടി പറയുന്നിടത്ത് ഈ 4 ആയത്തുകളാണ് യഥാർത്ഥത്തിൽ പ്രധാനമായും സൂറത്തുൽ വാഖിയ ഫഖീർ തരത്തെ നീക്കും എന്ന് പറയാൻ കാരണം ഇവിടെയാണ്. അപ്പോ അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ വിസർജിക്കുന്ന മനി, അതിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് പറയൂ. എന്താണ്? അഅൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ അതിനെ ജീവയായി മനുഷ്യനായി സൃഷ്ടിക്കുന്നത്? അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നാം സൃഷ്ടിക്കുകയാണോ? ബലാ അന്ത യാ റബ്ബ് എന്ന് ഒരിക്കലെങ്കിലും പറയൽ സുന്നത്താണ്. 3 പ്രാവശ്യം ആവർത്തിച്ച് പറയൽ സുന്നത്തുണ്ട്. ബലാ അന്ത യാ റബ്ബ്, അതെ, ഞങ്ങളല്ല, നീ മാത്രമാണ് ഈ വിസർജിക്കപ്പെടുന്ന മനിയിൽ നിന്നും മനുഷ്യനെയും അതുപോലെയുള്ള മറ്റ് ജീവികളെയും സൃഷ്ടിക്കുന്നത് നീ മാത്രമാണ്. അതുപോലെ തന്നെ രണ്ടാമത് അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ഇറക്കുന്ന വിത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആലോചിച്ച് പറയൂ. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അതിനെ കൃഷിയാക്കി വളർത്തുന്നത് നിങ്ങളാണോ അതല്ല ഞാനാണോ എന്ന രണ്ടാമത്തെ ചോദ്യം. അവിടെയും ബലാ അൻത യാ റബ്ബ് എന്ന് ഒരിക്കലെങ്കിലും പറയുക. 3 പ്രാവശ്യം പറയൽ നല്ലതാണ്. അതുപോലെ അഫറഅയ്തും മുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് പറയൂ. എന്താ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലി അം നഹ്നുൽ മുസ്ലിമൂൻ, കാർമേഘത്തിൽ നിന്നിട്ടും നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ട ശുദ്ധജലം ഇറക്കിയത് നിങ്ങളാണോ അതല്ല അത് ഞാനാണോ? അവിടെയും എന്ത് പറയാ? ബലാ അൻത യാ റബ്ബ്. പിന്നെ അഫറഅയ്തും നാറല്ലത്തി തൂറൂൻ, തീ, നിങ്ങൾ കത്തിക്കുന്ന വെളിച്ചം കാണാനും മറ്റ് പാചകങ്ങൾ ചെയ്യാനും മറ്റുമൊക്കെ നിങ്ങൾ കത്തിക്കുന്ന തീയിനെ പറ്റിയിട്ട്. അൻതും അൻശഅ്തും ശജറതഹാ അം നഹ്നു മുൻശിഊൻ, അതിനുവേണ്ട വൃക്ഷങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളാണോ അതല്ല ഞാനാണോ? അവിടെയും ബലാ അൻത യാ റബ്ബ്. ഇങ്ങനെ പലയിടത്തും ഉണ്ട് ചോദ്യങ്ങൾ വരുന്നിടത്ത്. അതിന് അത് സൂറത്തുൽ ഖിയാമയിൽ കാണാം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, ഈ നിലക്ക് ഒരു ഇന്ദ്രിയ ബീജത്തിൽ നിന്നും അല്ലാഹു തആല സൃഷ്ടിച്ച് സ്ത്രീയും പുരുഷനുമാക്കി ഇണകളാക്കി സൃഷ്ടിച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, ഇത്രയും സർവശക്തനായ റബ്ബ് മരിച്ചുപോയവരെ രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇജാബത്ത് പറയൽ സുന്നത്ത്, നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴും സുന്നത്ത്. അപ്പൊ നിസ്കാരത്തിൽ
വന്നേക്കാവുന്ന സുന്നത്തുകളിൽപ്പെട്ട സുന്നത്താണ്. ആട്ടെ, ഇനി നിസ്കരിച്ച് കഴിഞ്ഞ് അനന്തരമുള്ള സുന്നത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് നോക്കാം. കുറച്ച് സമയം വേഗം നിർത്തും, ചിലപ്പോൾ കുറച്ച് 10 മിനിറ്റ് മുമ്പ്. ഏതായാലും കുറച്ച് സമയം എന്തെങ്കിലും സംശയ നിവാരണവുമായിട്ട് നമുക്ക് പോകാം. പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അതിന് മുൻഗണന. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഇന്നിപ്പോഴും അങ്ങനെ ആവശ്യമുണ്ടാവില്ല. ഇന്നിപ്പോൾ രാവിലെ വേണ്ട ചോദ്യോത്തരങ്ങൾ ഇനി ഒരുപാട് സമയം ബഹുമാനപ്പെട്ട വാടാനപ്പള്ളി ഉസ്താദ് സംശയ നിവാരണവുമായിട്ടുണ്ടായിരുന്നു. അതിലോട്ടെ കുറച്ച് സമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. പിന്നെ കൂടാതെ കഴിയാത്ത എന്തെങ്കിലും അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയ ഇൽമു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമു പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അത് മുഖേന അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സുഹൃത്തുക്കൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ തെക്കുമൽ ഉസ്താദിന്റെ മൈക്ക് ഉണ്ട്. അപ്പം എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവും. ആദ്യം തെക്കുമൽ ഉസ്താദ് മൈക്ക് എടുക്കട്ടെ, അതിന്റെ ശേഷം സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കുക. പക്ഷെ ആദ്യം തെക്കുമൽ ഉസ്താദ് എടുത്തതിന് ശേഷമേ ബാക്കിയുള്ളവർ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഉസ്താദെ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ 1-2 ആൾക്കാർ ചോദിച്ചിട്ട് ചോദിക്കാതിട്ട് കാത്തിരിക്കുക. കാരണം ഇന്നത്തെ വിഷയം ഇന്നലെ ലാസ്റ്റ് പിന്നെ കൈ പൊക്കിയപ്പത്തിന് ബാങ്ക് കൊടുത്തു സൗദി അറേബ്യയില്. ഇന്നലെ പിന്നെ പറഞ്ഞ ജമാഅത്തിന്റെ വിഷയം പറഞ്ഞു, ജമാഅത്തിന്റെ കൂലി കിട്ടുന്നത്. അപ്പൊ അതിങ്ങനെ അതിര് ഒരു സഫ് പൂർത്തിയാക്കാതെ തന്നെ അതിര് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് കെട്ടിയാലും കുഴപ്പമില്ല. പിന്നെ ഉസ്താദ് 1-2 വിഷയം പറഞ്ഞതിന് ശേഷം അപ്പുറം ഫുള്ളായിട്ട് മനസ്സിലായില്ല ഉസ്താദ്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ വിദേശത്തൊക്കെ പ്രത്യേകിച്ച് മഗ്രിബി ജമാഅത്തിനൊക്കെ പ്രത്യേകിച്ച് കൂടുതൽ ആളുള്ള സമയത്തൊക്കെ ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞ ആ ആളുകൾക്ക് പോരാൻ വേണ്ടി 40 ആളുകളുള്ള ഒരു സഫാണെങ്കിൽ ഒരു 30-25 ആളുകൾ മാത്രം നിൽക്കുകയാണ്. എന്നിട്ട് 2 സൈഡിന് ഒഴിവാക്കി വിടുകയാണ്. അങ്ങനെ എന്നിട്ട് 2 സൈഡിന് പിന്നെ വഴി ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞവർക്ക് പോകാൻ വേണ്ടിയിട്ട് സഫ് ഒഴിവാക്കി, ഒരുപാട് ഭാഗം ഒഴിവാക്കി വിടണം. അപ്പൊ 40-35 ആൾ നിൽക്കുന്ന മഹൽ ഒരു സഫാണെങ്കിൽ ഒരു 28 അല്ലെങ്കിൽ 27 ആളെ നിൽക്കുന്നുള്ളൂ. ആ രൂപത്തിൽ ഒഴിവാക്കാണ് സഫ്. അങ്ങനെ രണ്ടാമത്തെ സഫ് അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ നമ്മുടെ ഷാഫി മതപ്രകാരം ഈ സഫുകൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുമെന്നുള്ളതാണ്. അതൊന്നും കൂടി ഉസ്താദ് വ്യക്തമായി പറഞ്ഞ നന്നായിരുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒന്നാമത്തെ സൊഫ് പൂർത്തിയായിട്ട് വേണം രണ്ടാമത്തെ സൊഫിൽ നിൽക്കാൻ. അല്ലാഞ്ഞാൽ രണ്ടാമത്തെ സൊഫിലുള്ളവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അതുപോലെ 2-ാം സഫ് പൂർത്തിയായതിനു ശേഷമേ 3-ാം സഫ് നിൽക്കാവൂ. അല്ലാതിരുന്നാൽ 3-ാം സഫിലുള്ളവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അത് ഷാഫി മദ്ഹബിലെ അംഗീകൃത തത്വമാണ്. എന്നാൽ ഈ സൊഫ് പൂർത്തിയാവുക എന്നതുകൊണ്ട് എങ്ങനെയാണ് കണക്കാക്കുക എന്നതാണ് അവിടെയാണ് പ്രശ്നം. അതിപ്പോ പള്ളിയിലാവുമ്പോൾ എളുപ്പമുണ്ട്. പള്ളിയിൽ തന്നെ ആവാന്നില്ലല്ലോ, നിസ്കാരം പുറത്തും ആവാം, പല സ്ഥലത്ത് വെച്ചും നിസ്കരിക്കുന്നതാവാം. അങ്ങനെ വരുമ്പം വിശാലമായ ഒരു മൈതാനി പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പൊ 1-ാം സഫ് പൂർത്തിയാകാതെ 2-ാം സഫിൽ നിന്നാ നിസ്കാരം ചെയ്യാവൂല എന്ന് പറഞ്ഞാൽ ഏതുവരെയാണ് ഇക്കാരപ്പ നിൽക്കുക എന്നുള്ളതിനൊരു അർത്ഥമില്ല, അതിർത്തി വരില്ല. അതുകൊണ്ട് നാം നിസ്കരിക്കുമ്പോൾ ഒരു ബൗണ്ടറി കണക്കാക്കി അങ്ങനെ സൊഫുകൾ കണക്കാക്കാവുന്നതാണ് എന്നത് ഒരു മസ്ലഹത്തിന്റെ മാർഗമായിട്ട് പറയപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോ ഒരു ബൗണ്ടറി കണക്കാക്കിയിട്ട് ആ ബൗണ്ടറി പൂർത്തിയായി കഴിഞ്ഞാൽ അതെന്തെങ്കിലും മസ്ലഹത്തിന് വേണ്ടിയായിരിക്കും ആ ബൗണ്ടറി പൂർത്തിയാക്കുന്നത്. അത് പറഞ്ഞേക്ക് വഴി നടന്നു പോകേണ്ട ആളുകൾക്ക്, മുന്നിലുള്ള ആളുകൾ നിസ്കരിക്കുന്നവരുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കാനും, മുമ്പിലുള്ള ആളുകൾ അവർക്ക് പുറത്തു പോകൽ അത്യാവശ്യമാണ്. അപ്പൊ അവർക്ക് പോകാൻ വേണ്ടി സൗകര്യത്തിന് 2 സൈഡിലും അല്പം ഒഴിവാക്കി വിടുമ്പോൾ അതിനൊരു അടയാളം തിരിച്ച് അതിർത്തി കണക്കാക്കിയാൽ ആ കണക്കാക്കുന്ന അതിർത്തി വരെയുള്ള സൊഫ് പൂർത്തിയായാൽ 2-ാമത്തെ സൊഫിൽ നിന്നാല് അത് കണക്കാക്കാതെ നമ്മൾ സുമാറ് വെച്ചാൽ പോരാ. ഈ അതിർത്തി കണക്കാക്കുന്നതിന് ഒരു അടയാളം വേർതിരിച്ച്, അത് വരയാവാം, സാധനങ്ങൾ വെച്ചുകൊണ്ടാകാം, മറ്റെന്തെങ്കിലും കൊണ്ടാവാം. അങ്ങനെ ചില പള്ളികളിലൊക്കെ ഇവിടെ അങ്ങനെ കാണാനുണ്ട്. സൈഡില് ഈ മുൻപിലെ സൊഫിൽ ചാരിയിരിക്കാൻ വേണ്ടി ബെഞ്ച് ഉണ്ടാക്കുന്നത് പോലെ സൈഡിൽ നടന്നു പോകാൻ വേണ്ടിയിട്ട് ബെഞ്ച് വെച്ച് 2 സൈഡിലും ആളുകൾക്ക് നടന്നു പോകാൻ പ്രത്യേകം വേർതിരിച്ചിട്ട ചില പള്ളികൾ ഇവിടെ ഉണ്ട്. ഭാഗത്ത് പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില പള്ളികളിൽ 2 സൈഡിലും ആളുകൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്, എന്നാൽ അവിടെ നിസ്കരിക്കുകയും ചെയ്യാം. പക്ഷേ
സാധാരണ മറ്റേ സൊഫിന്റെയും ഈ നടന്നു പോകുന്ന വഴിന്റെയും ഇടയിൽ ഒരു മുഴം കഷ്ടിച്ച് ഉയരത്തിലുള്ള ഒരു ബെഞ്ച് പോലെ, ചാരിയിരിക്കുന്ന ബെഞ്ച് പോലെ രണ്ട് സൈഡും വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അപ്പുറത്ത് ചാരിരുന്നാലും സൊഫ് തന്നെയാണത്. പക്ഷേ അവിടെ ഒരു ബൗണ്ടറി തിരിച്ചായതുകൊണ്ട് അതുവരെ നിന്നിട്ട് അതിന്റെ തൊട്ട് ബാക്കിൽ നിന്നാലും ഇത് ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി നടന്നു പോകാൻ തിരിച്ചു വിട്ടതാണെന്നും ഇവിടെ എത്തിയിട്ട് അടുത്ത ബാക്കിൽ നിന്നാൽ ഒന്നാമത്തെ സൊഫ് പൂർത്തിയാക്കി രണ്ടാമത്തെ സൊഫ് തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ സൊഫിൽ നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. എങ്ങനെ ബെഞ്ചന്നെ ആയിക്കോളണമെന്നില്ല, ഒരു ഉദാഹരണം പറയാം. എന്നതുപോലെ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് അടയാളപ്പെടുത്തി സൊഫിന്റെ ഒരു അതിർത്തി കണ്ടാൽ അവിടം വരെ പൂർത്തിയായി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സൊഫിൽ നിന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടും. അല്ലാതിരുന്നാല് പള്ളി നിറഞ്ഞെങ്കിലേ ആവൂ എന്ന് വരുമ്പോ പള്ളിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ അത് സൗകര്യപ്പെട്ടെന്ന് വരും, പള്ളി അല്ലാത്ത സ്ഥലത്തും ജമാഅത്ത് വരാമല്ലോ. അപ്പൊ അത് ബൗണ്ടറി തിരിച്ച് ആ തിരിച്ച ബൗണ്ടറി മുതൽക്ക് കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ചോദ്യം ഇതാണ്: നമ്മൾ ഫർദ് ഖളാ വീട്ടുമ്പോൾ അപ്പോഴന്നെ അടുത്ത ഫർദിന്റെ വക്തായി, അത് നമ്മൾ കൈകെട്ടിയപ്പോഴാണ് അവിടെയും ഇമാമ് ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ നമ്മൾ ആ നിസ്കാരം ഒഴിവാക്കി ജമാഅത്തിലേക്ക് കടക്കണോ? അതൊന്ന് ശരിച്ചു പറഞ്ഞു. ഫർദ് നിസ്കാരം ഖളാ ആയത് കാരണം കൂടാതെ ഖളാ ആയതുണ്ടെങ്കിൽ ആ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടിയതിന് ശേഷമേ അദാ ആയ നിസ്കാരം നിസ്കരിക്കാവൂ എന്നാണ്. അത് തന്നെ അദാ ആയ നിസ്കാരം സമയം ലാസ്റ്റ് ആയിന്, അതിന്റെ മുമ്പത്തെ ഏതോ നിസ്കാരം ഖളാ ഉള്ളൂ. ഈ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടാൻ നിന്നാൽ ഇപ്പോൾ അദാ ആയ നിസ്കാരവും കൂടി ഖളാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ ആദ്യം അദാ ആയതിനെ നിസ്കരിക്കുകയും പിന്നീട് ഖളാ വീട്ടുകയും ചെയ്യുക. അല്ലാത്ത സാഹചര്യത്തിൽ അഥവാ ഖളാ ഉള്ളതിനെ നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ഈ വഖത്തിൽ അദാ ആയ നിസ്കാരത്തെ കൂടി നിസ്കരിച്ചാൽ രണ്ടാമത്തെ വഖത്തിലെ നിസ്കാരം ഖളാ ആവില്ല എന്ന നിലക്ക് സമയമുള്ള സമയത്താണെങ്കിൽ ഖളാ ആയതിനെ നിസ്കരിച്ചതിന് ശേഷം മാത്രമേ അദാ ആയ നിസ്കാരം നിസ്കരിക്കാൻ പാടുള്ളൂ. ഉദറില്ലാത്ത ഖളാ ആയതാണെങ്കിൽ അത് വുജൂബും, ഉദറുണ്ടായിട്ട് ഖളാ ആയതാണെങ്കിൽ അത് സുന്നത്തുമാണ്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം, സുബഹി നിസ്കാരം ഖളാ ആയിപ്പോയിനി, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ മടിച്ചു കിടന്നതാ. അപ്പോ ഉടനെ നിസ്കാരിക്കൽ വുജൂബാണ്. പള്ളിയിൽ വന്നു നുഹുറായിന് പള്ളി കയറിയപ്പോ ഇവൻ തക്ബീർ കെട്ടിയിട്ടാട്ടെ അതിന്റെ അല്ലാതെ ആട്ടെ ളുഹർ നിസ്കാരം ജമാഅത്ത് തുടങ്ങിയാണ്. എന്നാൽ ഇവൻ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ജമാഅത്ത് ബാക്കിയുണ്ടെങ്കിൽ അതിൽ കൂടി നിസ്കരിക്കുക, ഇല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുക. ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വന്നാൽ പോലും അവിടെ സുബഹി നിസ്കരിച്ചിട്ടല്ലാതെ ളുഹർ നിസ്കരിക്കാൻ പാടില്ല. കാരണം ഇല്ലാതെ ഖളാ ആയ നിസ്കാരമായതുകൊണ്ട്. ഇനി അങ്ങനെയല്ല, ഉറക്കം കൊണ്ട് അറിയാതെ പോവുകയോ ശ്രദ്ധയില്ലാതെ ഓർമ്മയില്ലാതെ ഖളാ ആയി പോവുകയാണെങ്കിൽ, മറവി അതുപോലെ തന്നെ ഉറക്കം രണ്ടു ഉദറ, ഇങ്ങനെ ഉദർ കൊണ്ട് ഖളാ ആയ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം ആദ്യം നിസ്കരിച്ച് പിന്നീട് അദാ ആയതിന് നിസ്കരിക്കലാണ് സുന്നത്ത്. അവിടെ പക്ഷേ ആദ്യം അദായിനെ നിസ്കരിച്ച് പിന്നീട് ആ ഖളാ വീട്ടിയാലും തെറ്റില്ല. ഉദറില്ലാതെ ഖളാ ആയതാണെങ്കിൽ ആ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടിയതിന് ശേഷം ആയിരിക്കണം അദാ നിസ്കരിക്കൽ, അത് നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ജമാഅത്ത് കൂടാൻ വേണ്ടിയിട്ട് ഖളാ ആയ നിസ്കാരത്തിനെ പിന്തിക്കുകയല്ല വേണ്ടത്. ആദ്യം ഖളാ ആയ നിസ്കാരത്തെ നിസ്കരിച്ചതിന് ശേഷം ബാക്കി കിട്ടുന്ന ജമാഅത്തിൽ തുടരുകയാണ് ശരിയായ രൂപം. ഓക്കെ. കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉസ്താദെ, ഇന്നത്തെ വിഷയമായിട്ടല്ല, വേറൊരു സംശയമാണ്.
പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഉസ്താദുമാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേദിയിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാരെ ഷാൾ അണിക്കുകയും അതുപോലെ നോട്ടുമാലകൾ, അതിൻ്റെ മാലകൾ, പൂ കൊണ്ടുണ്ടാക്കിയ മാലകളൊക്കെ അടിയുന്ന ഒരു പ്രവണത എൻ്റെ കൺമുമ്പിൽ 1-2 അനുഭവത്തിൽ കാണുകയുണ്ടായി. അതിന് ഇസ്ലാമിക വീക്ഷണത്തിൽ എന്തെങ്കിലും തെളിവ് ഉണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഷാളണീച്ചാതിരിക്കുന്നതിന് പല തെളിവുകളും ഉണ്ട്. മാല ഇടുന്നതിന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എങ്ങനെ അതിന്റെ തെളിവ് തെറ്റാണ് എന്നുള്ളതോ അതല്ലെങ്കിൽ ശരിയാണെന്നുള്ളതോ ആയ തെളിവ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് എനിക്കിപ്പോ പറയാൻ കഴിയില്ല. അതേസമയത്ത് ഷാളണീച്ചുകൊണ്ട് അതല്ലെങ്കിൽ കോട്ടണീച്ചുകൊണ്ട് അല്ലെങ്കിൽ തലപ്പാവ് അണിയിച്ചുകൊണ്ട് ആദരിക്കൽ അത് സുന്നത്തിൽ ഉള്ളതാണ്. അത് ഉലമാക്കള്, സാദാത്യങ്ങള്, നേതാക്കന്മാര് പോലെയുള്ള ബഹുമാനിക്കേണ്ട വ്യക്തികളെ അങ്ങനെ ചെയ്യാം. അതിന് സുന്നത്തിൽ ധാരാളം തെളിവുകളുണ്ട്. മറ്റേത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടെന്നും ഞാൻ പറയില്ല, ഇല്ല എന്നും പറയില്ല. അറിയാത്ത കാര്യം പറയാതിരിക്കലാണല്ലോ ഹൈർ. ഓക്കെ, ഷാളണീക്കലും കോട്ടണീക്കലും അതുപോലെ തന്നെ തലപ്പാവ് ധരിപ്പിക്കലും ഒക്കെ സുന്നത്തിന്റെ രീതിയിൽപ്പെട്ടതാണ്, ബഹുമാനിക്കുന്നവരെ ആദരവിന്റെ പേരിൽ. മറ്റേത് എനിക്കറിയില്ല മാലിടുന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. നേരത്തെ മുകളിലായിരുന്നു, പിന്നെ അടിയിൽ ആയതാണ്, ചാടിയിൽ ക്ഷമിക്കാം. ഉസ്താദേ, ഒന്നാമത്തെ അത്തഹിയ്യാത്തില് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണോ, അതോ ഇന്നലെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞാൽ തോന്നി റസൂലുള്ളാഹിന്റെ പേരിൽ മാത്രം സലാത്ത് ചൊല്ലിയാൽ മതിയെന്ന്. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ വൈകി വരുന്ന ഒരാള്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തില് ഇമാമ് അവസാനത്തെ ജമാഅത്ത് ഇത്തിദാലിലും അവസാനത്തെ അത്തഹിയ്യാത്തിലും വരുന്ന മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അത്തഹിയ്യാത്തിലാണെങ്കിൽ മഅ്മൂമ് എത്ര വരെ ചെല്ലണം അത്തഹിയ്യാത്ത് എന്നുള്ളതാണ് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇമാമ് ഒടൂൽ അത്തഹിയ്യാത്തിലാണ്, മഅ്മൂമ് പിന്തുടർന്ന ആളാണ്. അയാള് ആദ്യത്തെ അത്തഹിയ്യാത്തിലാണ്, അല്ലെങ്കിൽ അയാളുടെ അത്തഹിയ്യാത്തിന്റെ റക്അത്തല്ല. ഏതായാലും ഇമാമിന്റെ കൂടെ അവസാനം വരെ ഉള്ളത് ഓതൽ സുന്നത്തുണ്ട്. മനസ്സിലായോ? മസീഹ് ദജ്ജാൽ വരെയുള്ളത് ഓതൽ സുന്നത്താണ്. അയാളുടെ ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ സമയമാണല്ലോ എന്ന് നോക്കേണ്ടതില്ല. ഇപ്പോൾ ഇമാമിനോട് പിന്തുടരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അത് സുന്നത്താവുന്നു. മനസ്സിലായില്ലേ? അപ്പൊ മസീഹ് ദജ്ജാൽ വരെ ചെല്ലാൻ സമയമുണ്ടെങ്കിൽ ആ മസീഹ് ദജ്ജാൽ വരെ തന്നെ മഅ്മൂമിന് ചെല്ലാവുന്നതാണ്. അത് മഅ്മൂമിനെ സംബന്ധിച്ച് ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ ഇസ്തത്തിന്റെ സമയം ആയാലും വിരോധമില്ല, അല്ലാത്ത സ്ഥലം ആയാലും വിരോധമില്ല. ഇപ്പൊ മൂന്നാമത്തെ റക്അത്തിൽ തുടർന്ന് 4 റക്അത്ത് നിസ്കാരമാണെങ്കിൽ മൂന്നാമത്തെ റക്അത്തിലാണ് ആൾ തുടർന്നതെങ്കിൽ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയ്യാത്താവുമ്പോൾ ഇയാളെ സംബന്ധിച്ച് ആദ്യത്തെ അത്തഹിയ്യാത്ത. എന്നാലും മസീഹ് ദജ്ജാൽ വരെ ഓതാ. അല്ലാത്ത സമയത്താണെങ്കിൽ പിന്നെ ഇയാളുടെ ഇരുത്തത്തിന്റെ സമയമേ അല്ല, ഇമാമിനോട് തുടരുകയാണ്, എന്നാലും ചെല്ലാം. അതിന്റെ കാരണം ഇമാമിനോട് തുടരുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് അത് മഅ്മൂമിന് സുന്നത്താണ്. എന്നാൽ ആദ്യത്തെ തഹിയ്യാത്ത് ഓതുന്ന ഒരു വ്യക്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ്. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന സ്വലാത്ത് ചെല്ലാൻ പാടില്ല, കറാഹത്താണ്. അഥവാ മനഃപൂർവമോ അല്ലാതെയോ അങ്ങനെ ചെല്ലിയാൽ സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. അങ്ങനെ അത് രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ആണ്, അയാള് അത്തഹിയ്യാത്ത് ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നിടത്ത് നിർത്തേണ്ടതാണ്. അവിടെ നിർത്താതെ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്നുകൂടി ചൊല്ലിയാൽ, മനഃപൂർവ്വം ചൊല്ലിയാൽ കറാഹത്താണ്. മനഃപൂർവ്വം ചൊല്ലിയാലും മറന്നില്ലാലും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. പക്ഷേ ഇമാമിനോട് പിന്തുടർന്ന മസ്ബൂക്ക് അയാളുടെ ആദ്യത്തെ തഹിയ്യാത്തിന്റെ സമയത്ത്
ഇമാമിന്റെ ഒടുവിൽ അത്തഹിയാത്ത് വന്നാൽ അവിടെ അത്തഹിയാത്ത് മാത്രമല്ല മസീഹ് ദജ്ജാൽ വരെയുള്ള ദുആകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലൽ സുന്നത്തുണ്ട്. അതിന്റെ കാരണം അവിടെ ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടാവുന്നു, അത് സുന്നത്തുണ്ട്. മറ്റേത് അങ്ങനെയല്ല. ഒറ്റക്ക് സ്കരിക്കുന്നവനോ ഇമാമോ ആണെങ്കിൽ മറ്റൊരാളോട് തുടരാൻ വേണ്ടിയിട്ടല്ല, അയാൾക്ക് അവിടെ ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് സഹവിന്റെ സുജൂദ് വേണം, ചെയ്യൽ മനഃപൂർവ്വം ചെയ്യൽ കറാത്തുമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ഇന്നത്തെ വിഷയമായുള്ള ചോദ്യമല്ല, ഒരു സംശയം ഉസ്താദിനോട്. അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാറുണ്ട്. ഉസ്താദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടാവുകയില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ്, അതിന് എന്താണ് നമ്മൾ സുന്നികളായ നമുക്ക് അതിനുള്ള ഖുർആനിലും ഹദീസിലും മറ്റുള്ള ഏതെങ്കിലും തെളിവ് ഉസ്താദ് പറഞ്ഞെന്നാൽ വളരെ നന്നായിരുന്നു. ഞാൻ അതുവരെ തെളിവുകളൊന്നും കേട്ടിട്ടില്ല. ഉസ്താദ് വിശദീകരിച്ചു തന്നാൽ വളരെ നന്നായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നിങ്ങൾക്ക് വന്നിരിക്കുന്നു നൂറുൻ, നൂറ് വന്നിരിക്കുന്നു, വകിതാബും മുബീൻ, കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറയുന്ന അള്ളാഹുവിന്റെ കിതാബും വന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ഒരുപാട് മുഫസ്സിറുകൾ പറയുന്നത് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ എന്ന് പറഞ്ഞ നൂർ എന്നതുകൊണ്ട് ഐ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന നൂറ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വ കിതാബു മുബീൻ എന്ന് പറഞ്ഞാൽ ഖുർആനും എന്നാണ്. ഇങ്ങനെ അപ്പൊ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖദ് ജാഅകും മിനല്ലാഹി നൂർ, അള്ളാഹുവിൽ നിന്നുള്ള നൂറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ഖുർആൻ. അപ്പൊ അതിന്റെ മുഫസ്സിരീങ്ങൾ വേറെ തഫ്സീറുണ്ട്, അത് നിഷേധിച്ചുകൊണ്ടല്ല. നൂറ് കിതാബ് മുബീൻ രണ്ടും ഒന്നാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹാന്മാരായ വലിയ മുഫസ്സിറുകളൊക്കെ ഈ നൂറ് കൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം തൊട്ടടുത്ത് കിതാബ് മുബീൻ വേറെ പറയുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒന്നല്ല, രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കിതാബും വന്നിരിക്കുന്നു. അപ്പൊ നബി തങ്ങൾ നൂറാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വ്യക്തമായി പറഞ്ഞല്ലോ. ഇനി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്ന ദുആന്റെ കൂട്ടത്തിൽ ഹജ്ജിന്റെ സമയത്ത് അതുപോലെ 10 ദുആകളുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ സമഈ നൂറാ വഫീ ലിസാനി നൂറാ വഅൻ യമീനി നൂറാ വഅൻ ശിമാലി നൂറാ വമിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ വമിൻ അമാമി നൂറാ വജ്അൽനി നൂറാ. കേട്ടോ, എന്റെ മനസ്സിലും എന്റെ നാവിലും എന്റെ കണ്ണിലും എന്റെ കാതിലും എന്റെ വലതുവശത്തും ഇടതുവശത്തും മുൻഭാഗത്തും പിൻഭാഗത്തും മേൽഭാഗത്തും കീഴ്ഭാഗത്തും മാത്രമല്ല ഒക്കെ പ്രകാശമാക്കണേ. അവസാനം പറയാം വജ്അൽനി നൂറാ, എന്നെ തന്നെ നീ നൂറാക്കണമേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് എന്തായാലും ഉത്തരം കിട്ടുമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാക്കണമേന്ന് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നു. അള്ളാഹു തആല പറയുന്നു ഹബീബ് നൂറാണ് നിങ്ങൾക്ക് വന്നത് എന്ന്. ഇനി ശമാഇൽ തുർമദി, ഇമാം തുർമദി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണന കിതാബിൽ ഹദീസുകൾ പല ജാതിയുണ്ട്. അതിൽ ശമാഇൽ എന്ന് പറഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗപ്രത്യംഗ വർണ്ണനയാണ് ശമാഇൽ. ഈ ശമാഇലിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൂറായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ളില്ലുണ്ടായിരുന്നില്ല. ശമാഇൽ തുർമദിയിൽ
ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അനസ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ സഹാബാക്കളിൽ നിന്നും റിവായത്ത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നൂറാണ് എന്ന് ഖുർആൻ പറയുകയും എന്നെ നൂറാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. അനുഭവസ്ഥരായിരുന്ന സഹാബത്ത് പറയുന്നു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഓക്കെ, മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു ഇസ്തിഗാസ ചോദ്യമാണ്. ഒരു 32 വയസ്സായ ആൾ ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ-ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഓരോ വക്തിന്റെ കൂടെയും അത് ഖളാ വീട്ടുന്നു. ഒരു ദിവസം 10 വക്ത് ഖളാ വീട്ടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ സംശയം എന്താ വെച്ചാല്, ഖുർആൻ ഓതുന്ന സമയത്ത് ഓതാൻ പറ്റുമോ, ഓതുന്ന സമയം കൂടെ നിസ്കാരത്തിന് ഉപയോഗപ്പെടുത്തുക വേണ്ടത്, അതാ ഖുർആൻ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഉസ്താദ് ഇതിന് ഉത്തരം കൊടുത്തതിന് ശേഷം ആ ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഖുർആൻ ഓതൽ തുടങ്ങിയ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ, സുന്നത്തായ കാര്യങ്ങളെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയവും കൂടി ഉപയോഗപ്പെടുത്തി കഴിയുന്നത്ര വേഗം ഖളാ ആയിപ്പോയ നിസ്കാരം വീട്ടിൽ തീർക്കാൻ മുൻഗണന കൊടുക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാൽ അത് നിർബന്ധമായ ബാധ്യതയാണല്ലോ. എത്രയും വേഗം ബാധ്യത വീട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ട് സുന്നത്തായ പുണ്യകർമ്മങ്ങൾക്കൊക്കെ നല്ല പ്രതിഫലം കിട്ടുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ പരിഗണിക്കപ്പെടൽ നിർബന്ധ കടമ കഴിഞ്ഞതിന് ശേഷമാണ്. നിർബന്ധ കടമ കഴിയാതെ സുന്നത്തായ പുണ്യകർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം പരമാവധി ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് ആ ഖളാ ആയി പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന്. ഓക്കെ. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈർ ഉസ്താദ്. ഇൻഷാ അല്ലാഹ് ആള് ഇപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഈ വിവരം ഞാൻ ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നതാണ്. പിന്നെ വേറൊരു ചോദ്യം കൂടെ ഉള്ളത്, ഇമാമിന്റെ ഒളു നഷ്ടപ്പെട്ടു, കൈ കഴിച്ചു പോയി. മാമൂങ്ങൾ ആരും തന്നെ ഇമാമിന്റെ സ്ഥാനത്തേക്ക് കയറി നിന്നിരുന്നില്ല. എന്നിരുന്നാല് മറ്റു മാമൂങ്ങൾക്ക് ഇമാമിനെ വിട്ട് സ്വന്തമായിട്ട് നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അസ്സലാമു അലൈക്കും. ജുമായിൽ പ്രത്യേകം ചില നിയമങ്ങൾ പരിഗണിക്കാറുണ്ട്. ജുമാ അല്ലാത്ത നിസ്കാരങ്ങളാണെങ്കിൽ ഇമാമ് വുളു നഷ്ടപ്പെട്ട് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ മഅ്മൂമുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാളെ തൽസ്ഥാനത്ത് പകരം നിർത്തൽ സുന്നത്തുണ്ട്. അങ്ങനെ ചെയ്യൽ നിർബന്ധമൊന്നുമില്ല, സുന്നത്തുണ്ട്. അങ്ങനെ സുന്നത്തുള്ള സ്ഥിതിക്ക് ഒരാളെ ഇമാമ് പകരം നിർത്തിയാൽ വേണമെങ്കിൽ മഅ്മൂമിങ്ങൾക്ക് അയാളോട് തുടരാവുന്നതും ഇല്ലെങ്കിൽ തുടരാതെ ഒറ്റയ്ക്ക് തന്നെ പൂർത്തിയാക്കാവുന്നതുമാണ്. ഇമാമ് മറ്റൊരാളെ അവിടെ പകരം ആക്കിയിട്ടില്ലെങ്കിൽ മഅ്മൂമുകളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ സ്വയം കയറി നിന്നാൽ അയാളോട് തുടരുകയും ചെയ്യുന്നതിന് വിരോധമില്ല. ഇതൊന്നുമില്ലാതെ ഇമാമ് പോയ സ്ഥിതിക്ക് ഓരോരുത്തരും സ്വന്തമായി നിസ്കരിച്ച് പൂർത്തിയാക്കിയാലും മതി. അതുകൊണ്ട് വിരോധമില്ല. കാരണം ഉദുറ് കൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ജമാഅത്തിന്റെ കൂലി പോകുന്നതല്ലാണ്. ഇവിടെ ഇമാമിന്റെ ഉദു മുറിഞ്ഞു അല്ലെങ്കിൽ അതുപോലത്തെ കാരണങ്ങൾ ഉണ്ടായി ഇമാമ് നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോയത് ഉദുറ് കൊണ്ടാണ്. അപ്പൊ മഅ്മൂമുകളുടെ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഒറ്റക്കൊറ്റക്ക് പൂർത്തിയാക്കിയാലും അവർക്ക് ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടും. പക്ഷേ പകരം ഒരാളെ ഇമാമ് നിർത്തുകയും ബാക്കിയുള്ള ആളുകൾ അയാളോട് തുടരുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്, സുന്നത്ത്. പക്ഷെ ജുമായിലാണെങ്കിൽ അത് ചില പ്രയാസങ്ങൾ വരുത്തും. അതായത് ഒരു റക്അത്തെങ്കിലും നിർബന്ധമായും ജമാഅത്തായിരിക്കുകയും 40 ആളുകളുടെ നിസ്കാരം സഹിയാവുകയും വേണം, എങ്കിലേ ജുമാ സഹിയാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജുമാ നിസ്കാരത്തിൽ ധാരാളം ആളുകളുണ്ട്, 40 ഒന്നുമല്ല, ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഒരു റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞു. 2ാം റക്അത്തിൽ എത്തിയതിനു ശേഷം ഇമാമിന്റെ നിസ്കാരം ഭാഗത്തിലായി പോയി, പറഞ്ഞേക്ക് ഉദു മുറിയോ മറ്റോ ചെയ്തിട്ട്. അങ്ങനെ ഇമാമ് പുറത്തുപോയി.
മറ്റൊരാളെ പകരം നിർത്തട്ടെ നിർത്താതിരിക്കട്ടെ, ഇവിടെ ഇമാം അല്ലാതെ തന്നെ 40-ലധികം ആളുകളുള്ള സാഹചര്യത്തിൽ ഇനി ഒരു റക്അത്ത് അവരൊറ്റക്ക് നിസ്കരിച്ചാൽ തന്നെ മതിയാകും. അതില്ലെങ്കിൽ അഥവാ ഒരു റക്അത്ത് പൂർത്തിയായിട്ടില്ല, അതല്ല ഇമാമ് ഉൾപ്പെടെ 40 ആളുകളുള്ളൂ എന്ന സാഹചര്യം വന്നാൽ അവിടെ ഇമാം ഒരാളെ പകരം നിർത്തുകയോ അതല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാള് ഇമാമായി നിൽക്കുകയോ ചെയ്ത് അയാളോട് തുടർന്ന് ജമാഅത്തായി പൂർത്തിയാക്കൽ വുജൂബാണ്. അത് കാരണം എന്താ? ജുമായിൽ ഒരു റക്അത്ത് ജമാഅത്തായി നിർവഹിക്കലും 40 ആളുകളുടെ നിസ്കാരം സഹീഹാകലും ഷർത്താണ്. ഈ രണ്ടാലോ ഷർത്തിന് ഭംഗം വന്നാൽ ജുമാ നഷ്ടപ്പെടും. അഥവാ ഒരു റക്അത്ത് പൂർണ്ണമായിട്ട് ജമാഅത്തിൽ കിട്ടിയില്ല എന്നാൽ അവന് ജുമാ നഷ്ടപ്പെടും. 40 ആളുകൾ നിസ്കാരം സഹിയായില്ല, ആകെ 40 ആളെ ഉണ്ടായിന്, അതിലൊരാളുടെയോ രണ്ടാളുടെയോ നിസ്കാരം ബാത്തിലായിപ്പോയി, എന്നാൽ ബാക്കിയുള്ളവരുടെ ജുമാ നഷ്ടപ്പെടും. അത് ജുമാക്കുള്ള പ്രത്യേകമാണ്. മറ്റുള്ളവർക്ക് ഇമാമ് പകരം നിർത്തിയാലും വേണ്ടില്ല, നിർത്തിയിട്ടില്ലെങ്കിലും വേണ്ടില്ല. നിർത്തിയാൽ സുന്നത്താണ്, അയാളോട് തുടരണമെങ്കിൽ തുടർന്നാൽ മതി, നിർബന്ധമില്ല. വേണമെങ്കിൽ തുടരാം, വേണമെങ്കിൽ തുടരാതിരിക്കാം. രണ്ടായാലും ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എങ്ങനെ കിടക്കുക എന്നുള്ളത്, മലർന്ന് കിടക്കുമ്പോഴും ചെരിഞ്ഞു കിടക്കുമ്പോഴും എങ്ങനെ ഒരു പൊസിഷൻ കിബിലേക്ക് തിരിഞ്ഞെടുക്കുന്ന അതിന്റെ പൊസിഷൻ ഒന്ന് പറഞ്ഞു തന്നാലും, അതേസമയം തന്നെ അതുപോലെ തന്നെ മയ്യത്തിനെ കെടുത്തുന്നതിന്റെ ശരിയായ രൂപം ഒന്ന് പറഞ്ഞു തന്നാൽ. അസ്സലാമു അലൈക്കും. രണ്ടും ഒരേ രീതിയിലാണ്. മയ്യത്തിനെ കിടത്തേണ്ടതും നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടതും ഒരേ രീതിയിൽ തന്നെയാണ്. അതായത് ഏറ്റവും ഉത്തമമായത് വലതു ഭാഗം ചെരിഞ്ഞ് ശരീരത്തിന്റെ മുൻഭാഗം ഖിബിലയിലേക്ക് മുന്നിട്ടുന്ന രീതിയിൽ കിടക്കുക. അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ, കേരളത്തിലൊക്കെ ആണെങ്കിൽ അതിന്റെ പൊസിഷന് തല വടക്കോട്ടും കാല് തെക്കോട്ടുമാക്കി കിടക്കുക. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഏത് ഭാഗം കിടക്കുക? ഏതായാലും അതല്ലെങ്കിൽ കാല് വടക്കോട്ടും തല തെക്കോട്ടുമായിട്ട് കിടക്കുക. അപ്പോ ഇടത് ഭാഗം ചെരിഞ്ഞടക്കം ചെയ്യുക, വലതു ഭാഗം ചെരിഞ്ഞടക്കം ചെയ്യുക. ഏറ്റവും ഉത്തമം വലതു ഭാഗം ചെരിഞ്ഞു കിടന്നുകൊണ്ട് ശരീരത്തിന്റെ മുൻഭാഗം ഖിബിലയിലേക്ക് കിടക്കുക. അതല്ലെങ്കിൽ ഇടതു ഭാഗം ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഖിബിലയിലേക്ക് ശരീരത്തിന്റെ മുൻഭാഗമാക്കി കിടക്കുക. ഇത് രണ്ടും ചെരിഞ്ഞടക്കുന്നില്ല. അതിൽ ഏറ്റവും ഉത്തമം വലതു ഭാഗം ചെരിഞ്ഞടക്കലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇടതു ഭാഗം ചെരിഞ്ഞടക്കേണ്ടത്. മലർന്നു കിടക്കുകയാണെങ്കിൽ ഖിബിലയുടെ എതിർഭാഗത്തേക്ക് തല വെച്ച് ഖിബിലയുടെ നേരെ ഉള്ളംകാല് വരുന്ന നിലക്ക് ഖിബിലയിലേക്ക് കാല് നീട്ടി തലേണി വെച്ച് കിടക്കുക. അങ്ങനെ വന്നാൽ ഉള്ളംകാലും മുഖവും ഖിബിലയിലേക്ക് തിരിയും. ഈ 3 രീതിയാണ് സുന്നത്തായ രീതി. അപ്പൊ വലതു ഭാഗം ചെരിഞ്ഞടക്കലാണോ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇടതു ഭാഗം ചെരിഞ്ഞടക്കുക. അത് കഴിഞ്ഞാൽ 3ാം സ്ഥാനമാണ് മലർന്നു കിടക്കുക. മലർന്നു കിടക്കുമ്പോൾ ഉള്ളംകാല് ഖിബിലയിലേക്ക് നേരിടുക, മുഖം ഖിബിലയിലേക്ക് നേരിടുക പറഞ്ഞാൽ തലേണി വെക്കുക. തലേണി വെച്ചിട്ട് മലർന്നു കിടന്നാൽ മുഖത്തിന്റെ മുമ്പാകവും ഉള്ളംകാലും ഖിബിലയിലേക്ക് കിട്ടും. ഈ രീതിയിലാണ് ഉറങ്ങാൻ കിടക്കൽ സുന്നത്ത്. ഇതേ രീതി തന്നെയാണ് മയ്യത്തിനെ കിടത്താനും സുന്നത്ത്. വലതു ഭാഗം ചരിച്ച് കിടത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇടതു ഭാഗം ചരിച്ച് ഖിബിലയിലേക്ക് മുന്നിട്ട് കിടത്താൻ പറ്റുമെങ്കിൽ അതാണ് 2ാം സ്ഥാനം. ഇത് രണ്ടും സാധാരണഗതിയിൽ പ്രയാസമാണ്. സാധാരണഗതിയിൽ ഇത് രണ്ടും പ്രയാസമാണ്. ചരിച്ച് കിടത്താറിനെ മയ്യത്തിനെ സംബന്ധിച്ച് അസൗകര്യമുണ്ട്. അങ്ങനെ വരുമ്പം ഖിബിലയിലേക്ക് ഉള്ളംകാല് വരുന്ന നിലക്ക് കിടത്തുക, എന്നിട്ട് തലേണി വെച്ചിട്ട് മുഖത്തിന്റെ മുൻഭാഗം ഖിബിലയിലേക്ക് കിട്ടുന്ന രീതിയിൽ കിടത്തുക. ഇതാണ് മയ്യത്തിനെയും ചെയ്യേണ്ട രീതി. വേഗം നോക്കുക, കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇന്ന് നേരത്തെ നിർത്തും, ചെറിയ ഒരു അസൗകര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോ 2:54 3 മണിക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ക്ലാസ് നിർത്തും.
അസ്സലാമു അലൈക്കും. ഉസ്താദ്, 2 തട്ടുള്ള പള്ളികളിൽ മിക്കവാറും പള്ളിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കാണ് മേലെ പോകുന്ന കോണി കിടക്കുന്നത്. അപ്പം ഇമാമും ജമാഅത്തുകാർ നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് മേലെ പള്ളിയിലേക്ക് വഴി വേണ്ടേ? അപ്പം ശരിക്കും ഏത് ഭാഗത്താണ് കോണി, പള്ളിയിലാണോ പള്ളിയുടെ പുറത്താണോ എന്ന് മനസ്സിലാകാത്ത രൂപത്തിലുള്ള സ്ഥലത്ത് ജമാഅത്ത് തുടർച്ച ചെയ്യാവോ എന്ന് വിശദീകരിക്കാം. പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കാകൽ ഷർത്താണ്. കോണി പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കായാലേ മുകളിലുള്ള ഇമാമിനെ താഴെയുള്ളവർക്കും അല്ലെങ്കിൽ താഴെയുള്ള ഇമാമിനെ മുകളിലുള്ളവർക്കും തുടർച്ച ചെയ്യാവുകയുള്ളൂ. പള്ളിയുടെ ഏത് ഭാഗത്തും ആകാം. പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്നാവണം. പള്ളിയായി വഖഫ് ചെയ്യപ്പെടാത്ത അതിന്റെ പുറം ഭാഗത്തുള്ള തായ്വരകള്, അതുപോലെ തന്നെ പൂമുഖം പോലെയുള്ള സ്ഥലത്ത് നിന്ന് വെച്ചതാണ്. ആ സ്ഥലം പള്ളിയായി വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പള്ളിയുടെ താഴെ നിൽക്കുന്ന ഇമാമിനെ മുകളിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇമാമ മുകളിൽ നിൽക്കുകയാണെങ്കിൽ താഴെ നിൽക്കുന്ന മൗമൂമിയർക്കോ നിസ്കാരം ചെയ്യാവുന്നതല്ല. പള്ളിയിൽ നിന്നാവണം. അത് ഇടത്ത് ഭാഗത്തായാലും വേണ്ടില്ല, വലത്ത് ഭാഗത്തിനും വേണ്ടില്ല, ബേക്കിലായാലും വേണ്ടില്ല, അതിനൊന്നും പ്രശ്നമില്ല. പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കാകൽ ഷർത്താണ്. അല്ലാതിരുന്നാൽ തുടർച്ച ചെയ്യാവുന്നതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഈ ഫർദ് നമസ്കാരത്തില് 4ാമത്തെ റക്അത്തിൽ ചെറിയ സംശയം തോന്നി. ഇത് 4ാമത്തേതാണോ 3ാമത്തേതാണോ സംശയം തോന്നിയപ്പോൾ അപ്പോൾ 2ാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കണോ അല്ലെങ്കിൽ അവിടെ എന്താ ചെയ്യുക? അതിനൊരു പ്രതിവിധിയായിട്ട് എന്താ ചെയ്യുക? 4ാമത്തെ റക്അത്ത് ഒരു സംശയം തോന്നി, 4ആണോ 3ആണോ ഉള്ളൊരു സംശയം തോന്നിയാൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 4ആണോ 3ആണോ സംശയം തോന്നിയാൽ അവിടെ അത്തഹിയ്യാത്തിരിക്കാൻ പാടില്ല. നേരെ നൃത്തത്തിലേക്ക് പോവുക, ഒരു റക്അത്ത് കൂടി നിർബന്ധമായി നിസ്കരിക്കുക, എന്നിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യുക. സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ളൂ. ഒരു റക്അത്ത് കൂടി അവിടെ അത്തഹിയ്യാത്തിൽ ഇരിക്കാതെ നിർബന്ധമായും അടുത്ത റക്അത്തിലേക്ക് പോയി ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് ഉറപ്പുവരുക. അതായത് 3ഓ 4ഓ എന്ന് സംശയിച്ചാൽ ചുരുങ്ങിയത് 3ആണ് എന്നതുകൊണ്ട് എടുക്കുകയും എന്നിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും ചെയ്യൽ വുജൂബാണ്. അതല്ലാതെ ഏകദേശം 3ആയിട്ട് അല്ല 4ആയിട്ട് ഉണ്ടാവും എന്നുള്ളൊരു ഊഹം വെച്ചുകൊണ്ട് അവിടെ അത്തഹിയ്യാത്തിൽ ഇരുന്ന് നിസ്കാരം സലാം വീട്ടി ആ നിസ്കാരം ബാത്തില മടക്കി നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുക, എന്നിട്ട് അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യുക. അതാണ് വേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ ആ കൈ ഒക്കിയവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചാൻസ് ഇല്ല, നിർത്തുകയാണ്. ഉസ്താദേ, എൻ്റെ ചോദ്യം, ഇപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടർ, അതേമാതിരി മൊബൈൽ, TV ഇത്തരം കച്ചവടങ്ങളൊക്കെ, ഇത്തരം സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഇത്തരം സാധനങ്ങൾ പലപ്പോഴും ദുരുപയോഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത്തരം കച്ചവടങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്നാണ്. അതുപോലെ തന്നെ കച്ചവടത്തിലെ ലാഭം, ഇപ്പം സൗദി അറേബ്യയിലൊക്കെ പലപ്പോഴും 10 രൂപേൻ്റെ സാധനം വാങ്ങിയാൽ ചിലപ്പോൾ 30 രൂപക്കും 40 രൂപക്കൊക്കെ വിൽക്കുന്നുണ്ട്. കാരണം റൂമിൻ്റെ വാടക അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു സാധനമൊക്കെ വിൽക്കുള്ളൂ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് മൊത്തം ചിലവ് കണക്ക് കൂട്ടുമ്പോൾ കൂടുതൽ ഇരട്ടിയും അധികം ഇരട്ടിയും ലാഭത്തിൽ കൊടുക്കുന്നുണ്ട്. അത് ഹലാലാണെന്നാണ് സ്വയം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹറാമിലും ഹലാലിലും ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വിൽപ്പന നടക്കൽ കറാത്ത. ഹറാമിന് മാത്രം ഉപയോഗിക്കുന്ന ഉറപ്പാണെങ്കിൽ അത് ഹറാമാണ് താനും. ഹറാമിനും ഉപയോഗിക്കുന്നുണ്ട്, ഹലാലിനും ഉപയോഗിക്കുന്നുണ്ട്, രണ്ടിനും സാധ്യതയാണെങ്കിൽ കറാഹത്താണ്. അങ്ങനെയാണ് അതിന്റെ വിധി. പിന്നെ ലാഭം ഇത്രേ എടുക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൽ യാതൊരു വ്യവസ്ഥയുമില്ല. ചതിക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. മനഃപൂർവ്വം ഉപഭോക്താവിനെ കള്ളത്തരം പറഞ്ഞോ അല്ലെങ്കിൽ ഉള്ള കേടുകൾ അയ്ബുകൾ മറച്ചു വെച്ചോ കച്ചവടം ചെയ്യാൻ പാടില്ല. സാധനം കാണിച്ചു കൊടുത്തു ചതിക്കാത്ത നിലക്ക് വില എത്ര പറഞ്ഞാലും എത്ര വിലക്ക് വിറ്റാലും ഇസ്ലാമിൽ യാതൊരു വിരോധമില്ല. 10 റിയാൽ കൊടുത്ത് വാങ്ങിയ സാധനം 100-ന് തന്നെ വിറ്റ് നോക്കുക, അതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷേ ഇല്ലാത്ത ഗുണങ്ങൾ ഇത് അങ്ങനത്തതാണ്, ഇത് ഇങ്ങനത്താണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ എന്തോ കേടുണ്ടെങ്കിൽ അത് പറയാതെ അത് ഒളിച്ചു വെച്ചിട്ട് അങ്ങനെ ചതിച്ചാൽ അത് ഹറാമാണ്. ലാഭം ഇത്ര എടുക്കാവൂ എന്ന് യാതൊരു വ്യവസ്ഥയുമില്ല. എത്ര ലാഭത്തിനും വിൽക്കുന്നത് ഹലാലാണ്. ഓക്കെ, ഈ പുതിയ ആളൊന്നും കൈവെക്കണ്ട. നേരത്തെ ഉണ്ടായി ആ 3 ആളുകൾ മാത്രം എടുത്താൽ പിന്നെ
ഇന്നില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേക്ക് വാടാനപ്പള്ളി ഉസ്താദൊക്കെ ഇപ്പൊ ജമാഅത്ത് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവും. അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തുടരാവുന്നതാണ്. ഇന്ന് ചെറിയ അസൗകര്യം ഉള്ളത് കൊണ്ട് നിർത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ആ 757-55 എന്ന് പറഞ്ഞില്ലേ, അയാളാണ് ലാസ്റ്റത്തെ ആള് നേരത്തെ കൈപൊക്കിയ. അവിടെ നിന്ന് ഇന്ന് നിർത്തും. ഓക്കെ. സമയമില്ലാന്ന് പറഞ്ഞിട്ട് മുമ്പുള്ള ആളുകളൊന്നും ശബ്ദവും എടുക്കണില്ല, അങ്ങനെ പോയാൽ സമയം അപ്പം മതിയാക്കാൻ എനിക്ക് തിരക്കുണ്ട് കുറച്ച്. ഓക്കെ. അസ്സലാമു അലൈക്കും. അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനിയോ മറ്റേതെങ്കിലും വിധത്തിൽ കേസിൽ കൂടി വാങ്ങുന്ന പൈസ ഹലാലാവുക? പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതല്ല, കേസിൽ കൂടി വാങ്ങുന്ന പൈസ അപകടം സംഭവിച്ചാൽ വാഹനാപകടത്തിലോ മറ്റോ. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പലിശ ബിസിനസ്സുകളാണ്. അത് ഹലാലാവുന്ന വകുപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒന്ന്. പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമമോ പറ്റിയപ്പോ എല്ലാവരും കൂടി സഹായിച്ച് താഴ്വിനി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, പരസ്പര സഹായം എന്നുള്ള പേരിൽ. ആ വകുപ്പിൽ കൊടുക്കുകയാണെങ്കിൽ വിരോധമില്ല. അല്ലാത്തതൊക്കെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഹറാമായ പലിശ ബിസിനസ്സുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് അതൊന്നും ശറഅന്റെ കാഴ്ചപ്പാടിൽ അനുവദനീയമല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, രണ്ട് സംശയമുണ്ട്. അതിൽ ഒന്നാമത്തത്, ഈ ഖബറുങ്ങല് പിന്നെ ഓതുമ്പോ, കുയിക്കപ്പറയിൽ ഓതുമ്പോ രണ്ടും കഴിഞ്ഞ് ഇമാമ് ഒന്നാമത്തെ തക്ബീർ കെട്ടിയതിന് ശേഷമാണ് ഈ ഓതുന്ന ആള് പാഞ്ഞു വന്നിട്ട് നിസ്കാരത്തിന് തുടർന്ന്. അതെങ്ങനെ ശരിയാവുമോ? ഖുത്ബ കിട്ടണ്ടേ? രണ്ടാമത്തെ ചോദ്യം, ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും, പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ആള് അവിടെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല. അങ്ങനെ ഓതിയാല് അത് ശരിയാവുമോ എന്നുള്ളതാണ് സംശയം. ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ജമാഅത്തിൽ പങ്കെടുത്ത് ബാക്കിയുള്ള സമയം ഓതിയാൽ മതിയാവുന്നതാണ്. എന്നാൽ ജുമായല്ലാത്ത മറ്റ് ജമാഅത്തുകൾ ഫർളല്ല, സുന്നത്താണ് എന്നതിനാലും നിശ്ചിത ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്നുള്ള കൃത്യസമയം കണക്ക് പറഞ്ഞ് കൂലിത്തൊഴിൽ ചെയ്യുന്നതായതുകൊണ്ട് ആ തൊഴിൽ എന്ന നിലക്ക് അത് നിർവഹിക്കൽ നിർബന്ധമായതുകൊണ്ടും ജുമാ അല്ലാത്ത നിസ്കാരങ്ങളിൽ ജമാഅത്തിന്റെ സമയത്ത് ഓതേണ്ട വ്യക്തി ആ സമയത്ത് ജമാഅത്തിൽ പങ്കെടുക്കാതെ ഓതുകയാണെങ്കിൽ അത് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ കുറവാണ്, എന്നാലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓതിയിരുന്നു. അങ്ങനെ പള്ളിക്കൽ ഓതുന്ന സമയത്ത് അവിടെയുള്ള അതിന്റെ സ്ഥിരം മൊല്ലാമാർക്ക് അസൗകര്യം ഉണ്ടാകുമ്പോൾ അവരെ ഏൽപ്പിക്കും ഓതാൻ വേണ്ടി. അങ്ങനെയുള്ള സമയത്ത് ജമാഅത്തിന് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഓതും. ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ വേഗം വന്നിട്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കും, സലാം വീട്ടിയാൽ വേഗം പോയിട്ട് തുടർന്ന് ഓതുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അതേ സമയത്ത് ഇടമുറിയാതെ ഓതണമെന്നും 2 മണിക്കൂറാണെന്നൊക്കെ ഒരു യാമം ഓത്തുണ്ടാകുക. അപ്പൊ 2 മണിക്കൂർ 7 ദിവസം ജോലി ചെയ്താൽ അഥവാ ഖുർആൻ ഓതിയാൽ ഇന്ന ഫീസ് കൊടുക്കുന്നത് കൂലിക്ക് ഓതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ നിലക്കാവുമ്പം അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സമയം ആയതുകൊണ്ട് ആ സമയത്ത് ഓതേണ്ടതാണ്. എന്നാൽ ജുമാ ഫർളായതുകൊണ്ട് ആ ഫർളായ ജുമയിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. ആ സമയത്ത് ഓതൽ ഹറാമുമാണ്. എന്നാൽ ഖുതുബ കേൾക്കൽ സുന്നത്തേ ഉള്ളൂ. താൻ അല്ലാതെ 40 ആളുകൾ ഖുതുബ കേൾക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ജുമായിൽ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുന്നതാണ്. അപ്പൊ ആ നിലക്ക് ഇയാൾ ഓതിയാലും
ഖുതുബ കേൾക്കാൻ 40 ആളുകൾ അവിടെ സ്ഥലത്തുള്ളത് കൊണ്ട് സഹീഹായ ജുമയാണ്. ആ ജുമയിൽ അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ പങ്കെടുത്താൽ അദ്ദേഹത്തിന് ജുമയുടെ പ്രതിഫലം കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിന് പൊതുവെ ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ആരും ഇല്ലല്ലോ. എനിക്ക് ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ വരണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയും ഇല്ലെങ്കിൽ അഡ്മിന്മാരാരെങ്കിലും മൈക്ക് എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് ചെറിയ അസൗകര്യമുള്ളത് കൊണ്ട് തൽക്കാലം നേരത്തെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി നല്ലവരുടെ കൂട്ടത്തിൽ ജീവിച്ച് മരിച്ച് അവരോടൊന്നിച്ച് സ്വർഗം പോകാനും അല്ലാഹു തആല നാം എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശവൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com. ഇപ്പോൾ www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.